വെള്ളിത്തിരയിലെ വാക്ക് സാഹിത്യം ചലച്ചിത്രമാകുമ്പോൾ എന്ന ശീർഷകത്തിന് കീഴിൽ നടക്കുന്ന ഈ സംവാദത്തിലേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊപ്പമിരിക്കുന്നത് എഴുത്തിൻ്റെയും സിനിമയുടെയും ഭിന്ന മേഖലകളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന GR ഇന്ദുഗോപൻ, മധുപാൽ, VK ജോസഫ് എന്നിവരാണ്. ഈ സംവാദത്തിൻ്റെ അവസാന സന്ദർഭത്തിൽ ഓഡിയൻസിൻ്റെ ഇടപെടലോടുകൂടിയാണ് ഇത് അർത്ഥവത്തായ പൂർണ്ണതയിലേക്ക് എത്തുക എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ചലച്ചിത്രം സങ്കീർണമായ ഒരു കലയാണ്. സാഹിത്യത്തിൻ്റെയും ചിത്രകലയുടെയും ശില്പകലയുടെയും സംഗീതത്തിൻ്റെയും ഒക്കെ അംശങ്ങളെ ആവാഹിച്ചെടുത്ത് എന്നാൽ വ്യക്തിത്വമുള്ള ഒരു കലാരൂപമാണ്. നമുക്കറിയാം, ഈ വേദി MT വാസുദേവൻ നായരുടെ ഓർമ്മയിൽ നിൽക്കുന്ന വേദിയാണ്. മലയാളത്തിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് തിരക്കഥയെയും സാഹിത്യത്തെയും ഒക്കെ ഏറ്റവും ഉയർന്ന നിലയിൽ പ്രതിഷ്ഠിച്ച ഒരു എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. അദ്ദേഹം സിനിമ എന്ന കലയെക്കുറിച്ച് അതൊരു ഗൗരവമുള്ള കലയായി തനിക്ക് ഫീൽ ചെയ്ത ഒരു സന്ദർഭത്തെക്കുറിച്ച് ഒരിക്കൽ എഴുതുന്നുണ്ട്. അദ്ദേഹം ചെറിയ പ്രായത്തിൽ ദ ലൈഫ് ഓഫ് എമിലി സോള എന്ന ഒരു ജീവചരിത്ര സിനിമ പാലക്കാട് മോഡേൺ തിയേറ്ററിൽ വെച്ച് കണ്ടതിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ സിനിമ ഒരു ഐ ഓപ്പണറായിരുന്നു എന്നും ആ സിനിമ കണ്ടതിന് ശേഷമാണ് സിനിമ ഒരു ഗൗരവപ്പെട്ട മാധ്യമമാണ് എന്ന് താൻ തിരിച്ചറിയുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് എത്രയോ ചലച്ചിത്രങ്ങൾക്ക് തൻ്റെ കഥയെ ആസ്പദമാക്കിയും പുറത്തുനിന്നുള്ള 1-2 എഴുത്തുകാരുടെ കൃതികളെ ചലച്ചിത്ര കൃതികൾക്ക് ഭാഷ്യം നൽകുകയും ചെയ്ത ഒരു എഴുത്തുകാരനാണ്. നമുക്ക് സാഹിത്യം സിനിമയായതിൻ്റെ കഥ പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം പറയുമ്പോൾ, നമുക്ക് ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഇന്ത്യയിലും ലോകത്തിലും നോക്കിയാൽ സത്യേത്രയും കുറോസോവയുമായിരിക്കും ഏറ്റവും കൂടുതൽ മറ്റ് സാഹിത്യ കൃതികളെ അവലംബിച്ചുകൊണ്ട് സിനിമ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ സത്യേത് റായിയുടെ 29 കഥാചിത്രങ്ങളിൽ 20 കഥാചിത്രവും അദ്ദേഹം മറ്റ് എഴുത്തുകാരുടെ കൃതികളെ അവലംബിച്ച് തിരക്കഥ ഒരുക്കിയ സംവിധായകനായിരുന്നു. മാത്രമല്ല, റായിയുടെ ചിത്രങ്ങളെ തന്നെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ ഒരു ആദർശ പുരുഷനായിട്ട് എഴുത്തുകാരനെ കണ്ട ഒരു സംവിധായകൻ കൂടിയായിരുന്നു എന്ന് കാണാം. ഇപ്പോൾ പതേർ പാഞ്ചാലിയിലെ അരിഹർ നോക്കിയാലും, അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ പതേർ പാഞ്ചാലിയിലെ അരിഹറെ നോക്കിയാലും, അവസാന സിനിമയായ ആഗന്തുക്കിലെ ലോകസഞ്ചാരിയായ മനോമോഹർ മിത്രയെ നോക്കിയാലും എഴുത്തുകാരാണവർ. പതേർ പാഞ്ചാലിയിലെ ദൃശ്യം തന്നെ ഒരുപക്ഷെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. അവസാനം ആ ദുരന്തം, തൻ്റെ മകളുടെ മരണവും ആ ദുരന്തമൊക്കെ ഏറ്റുവാങ്ങിയതിന് ശേഷം ആ വീട് വിട്ടു പോകുമ്പോൾ പഴയ ഒരുപാട് കാര്യങ്ങൾ ആ വീട്ടിൽ നിന്ന് തപ്പിയെടുക്കുമ്പോൾ താൻ എന്നോ എഴുതി വെച്ച ഒരു കൃതിയെ വളരെ ആദരപൂർവം എടുത്തു നോക്കുന്ന ഒരാളെ നമുക്ക് കാണാം. അപ്പം ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധായകനായിട്ടുള്ള റേയും, ഇപ്പോൾ ജാപ്പനീസ് സംവിധായകനായിട്ടുള്ള കുറോസോവ, ദസ്തേവ്സ്കിയും ടോൾസ്റ്റോയിയും ഷേക്സ്പിയറെയും ഒക്കെ അവലംബിച്ച് എഴുതിയിട്ടുള്ള കൃതികൾ, ഇതെല്ലാം ഒരുപക്ഷെ ഒരു നോവലിലോ നാടകത്തിലോ പൂർത്തിയായ ഒന്നിനെയാണ്
തൻ്റെ ഭാവന കൊണ്ട് മറ്റൊന്നാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് കാണാം. ഇങ്ങനെ സാഹിത്യം സിനിമയായതിൻ്റെ ഒരു വലിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഒപ്പം സിനിമയെ അവലംബിച്ച് ഒരു സാഹിത്യകൃതി ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്ന് മലയാളത്തിൽ മറ്റൊരു ഉത്തരവുമുണ്ട്. MS ബനേഷിൻ്റെ ജലബര ദിനരാത്രങ്ങൾ എന്ന നോവൽ, DC ബുക്സ് പ്രസിദ്ധീകരിച്ച നോവൽ ജോഷി ജോസഫിൻ്റെ ഒരു സിനിമയെ അവലംബിച്ചുണ്ടായിട്ടുള്ള ഒരു നോവലാണ്. അപ്പോൾ ഇങ്ങനെ രണ്ടു നിലയിലും നമുക്ക് ഇതിനെ കാണാവുന്നതാണ്. തീർച്ചയായും സാഹിത്യം സിനിമയായതിൻ്റെ അനുഭവങ്ങളെ എഴുത്തുകാർ എന്ന നിലയിൽ എങ്ങനെ നോക്കിക്കാണുന്നു എന്നും ഞാൻ ഈ ചർച്ച ഇന്ദുഗോപനിൽ നിന്ന് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ദുഗോപന് കുറച്ച് നേരത്തെ വന്ദേ ഭാരതിൽ പോകേണ്ടത് കൊണ്ട് ചർച്ചയുടെ ആമുഖമെന്ന നിലയിൽ, ഒരുപക്ഷെ ഒരു വായനക്കാരൻ എന്ന നിലയിലും, പിന്നീട് തൻ്റെ കൃതികൾ സിനിമയായ സന്ദർഭത്തിലും ആ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കഥ തിരശ്ശീലയ്ക്ക് വേണ്ടി ദൃശ്യഖണ്ഡങ്ങളായി എഴുതുന്ന സന്ദർഭത്തിലും ഒക്കെ അനുഭവിച്ച ഒരു ലോകമുണ്ട്. അത് ആ വെള്ളിത്തിരയിലേക്ക് ഒരു വാക്കിൻ്റെ കലയാണ് അടിസ്ഥാനപരമായി സിനിമയും സാഹിത്യവും എന്ന് നമുക്കറിയാം. ഈ രണ്ട് അനുഭവങ്ങളെയും ചേർത്ത് വെച്ച് ഒരാമുഖം എന്ന നിലയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഇന്ദുഗോപനിലേക്ക് ഈ മൈക്ക് കൈമാറുകയാണ്. നമസ്കാരം. ജോസഫ് സാർ, പ്രിയപ്പെട്ട മധു, ജോബീഷ്, മറ്റെല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശത്തിൽ, എഴുത്തുമായി ബന്ധപ്പെട്ട് പ്രാക്ടിക്കൽ വശത്തിൽ ഇടപെടുന്നൊരു ആളാണ്. അതിൻ്റെ അകത്ത് ഞാനീ പറയുന്ന കാര്യങ്ങളിലുള്ള കൂടുതൽ ക്ലാരിറ്റി പിന്നീട് എനിക്ക് തോന്നുന്നു മധു തരും. കാര്യം വെച്ചാൽ എനിക്ക് കൃത്യമല്ലാത്ത, അല്ലെങ്കിൽ എനിക്ക് പ്രാക്ടീസ് ഇല്ലാത്തൊരു കാര്യം മധു പ്രാക്ടീസ് ചെയ്യുന്നൊരു സാധനമെന്ന് വെച്ചാൽ നടൻ എന്ന നിലയ്ക്കും അതിനപ്പുറത്തേക്ക് ഈ വലിയ ഒരു സംഭവത്തെ കോർഡിനേറ്റ് ചെയ്യുന്ന സംവിധായകൻ എന്നുള്ള നിലയ്ക്കുമാണ്. ആ രണ്ട് ഡ്രാഫ്റ്റും എൻ്റെ ഇതിലില്ല. ചരിത്ര നിരൂപണവുമായി ബന്ധപ്പെട്ടിതിന് അല്ലാതെ മാറി നിന്ന് കാണുന്നൊരു കാഴ്ച എനിക്ക് തോന്നുന്നു ജോസഫ് സാറ് തരും. അപ്പോൾ എൻ്റെ രംഗം എന്ന് പറഞ്ഞാൽ എഴുത്ത് എന്നുള്ളൊരു സാധനം. അതിനകത്ത് ഇപ്പം നമ്മൾ സാഹിത്യമാണെങ്കിലും ശരി, സിനിമയാണെങ്കിലും ശരി, രണ്ടിൻ്റെയും ബേസിക് സാധനം എന്ന് വെച്ചാൽ ഒരു സ്പാർക്കാണ്. ആശയം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ആശയം എന്ന് പറയുന്നൊരു സാധനം നമുക്ക് സിനിമയ്ക്കോ കഥയ്ക്കോ മാത്രമല്ല, ഇപ്പം ശാസ്ത്രമാണെങ്കിലും മറ്റേത് തരങ്ങളിലാണെങ്കിലും ഐഡിയ, നിങ്ങളുടെ കയ്യിൽ ഐഡിയ ഉണ്ടോ എന്നാണ് ലോകത്തെമ്പാടും വലിയ കമ്പനികൾ അവിടെ എല്ലാം പുതിയ ചെറുപ്പക്കാരോട് ചോദിക്കുന്നത്. അപ്പോൾ ഒരു കേവലം സ്പാർക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയയിൽ നിന്നുകൊണ്ട് ലോകത്തെ വലിയ വ്യവസായ ഭീമന്മാരാവാനായി പോലും പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം സെല്ലിങ് ആൻ ഐഡിയ എന്ന് പറയുന്ന ഒരു തോട്ടാണ്. അപ്പോൾ ആദ്യം നമ്മളിപ്പം ഒരാശയം നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെ മനസ്സിലും ഓരോ ദിവസങ്ങളും നമ്മുടെ മനസ്സിലിങ്ങനെ ആശയങ്ങളിങ്ങനെ പ്രവാഹം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താണ് നമ്മളീ പറയുന്ന കണക്കുള്ള അതൊന്നും ഒരു കൃത്യതയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. നമ്മൾ ഈ ആശയങ്ങളെ എങ്ങനെയാണ് അതിനെ ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഇതിലേക്ക് വരുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്ന കണക്കുള്ള പുംബീജങ്ങൾ എത്രയോ കോടാനുകോടി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് ഈ പറയുന്ന കണക്കൊരു ഭ്രൂണമാവാൻ ചേരുന്നൊരവസ്ഥയിലേക്ക് നമ്മളൊരു അണ്ടത്തിനെ തേടി പോകുന്നത് പോലെ ഇതിനെ വേറൊരു സ്വരൂപത്തിലേക്കായി മാറ്റി നിർത്തേണ്ട ഒരു സംഗതി അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഈ ഐഡിയയെ നമ്മൾ എങ്ങനെയാണ് അതിനെ ഒരു വ്യതിരിക്തമായിട്ട് കാണുന്നു. ഈ സ്പാർക്ക് അടിക്കുക എന്ന് പറയുന്നൊരു സാധനം എൻ്റെ അകത്തുണ്ട്. എങ്ങനെ ഈ സ്പാർക്ക് നമ്മുടെ തലയ്ക്ക് അടിക്കുന്നു, അതിനൊരു യാത്രയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെല്ലാം ആ സാധനത്തുണ്ടല്ലോ. ചിലപ്പം നമ്മൾ ആലോചിക്കണം, ഇന്ന് രാവിലെ മുതൽ ഞാൻ ആലോചിച്ച് വന്ന കുറേ സാധനങ്ങളിൽ ഇന്ന ആശയങ്ങൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ അത് പോയി. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പോയി. പക്ഷേ പിന്നെയും കുറേ ദിവസം കഴിയുമ്പോഴും അല്ലാതെ ഈ ആശയം വിടാതെ നമ്മളെ പിന്തുടർന്നുകൊണ്ട് വരുന്ന ഒരാശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ആശയത്തിന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്.
നിങ്ങളോട് എന്തോ സംവദിക്കാനുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നത്. സിനിമയാണെങ്കിലും കഥയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും. പക്ഷേ നമ്മൾ സിനിമയ്ക്കോ അല്ലെങ്കിൽ കഥയ്ക്കോ ആയിട്ട് അതിനെ ചിറക് വെപ്പിച്ചെടുക്കുന്നതിന് വേറെ മാർഗങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ ബിസിനസ്സോ അതിൻ്റെ ഒരു ത്രെഡ് ഡെവലപ്മെൻറ്റ് പോലെ അല്ല ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷന് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനുണ്ട്. പിന്നെ നമ്മളുടെ ഒരു പ്രാക്ടീസാണ് ഈ നിങ്ങൾ ഏത് കാര്യത്തിനാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു പ്രാക്ടീസ്. ആ ടാലൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്ന സംഗതി അതൊരു ജീനിയസ് എന്ന് പറഞ്ഞ സംഗതിയല്ല. ഒരു ചെറിയ ടാലൻ്റ് എവിടെയുണ്ട്, ആ ടാലൻറ്റിനെ നിങ്ങൾ പിക്ക് ചെയ്ത് അതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരു മജീഷ്യൻ ചെയ്യുന്നത് പോലെ ഇത് ചെയ്യുക. ചിലപ്പോൾ ഏത് മജീഷ്യനെ പോലെയും ചിലപ്പം നിങ്ങളുടെ ഇത് പാളിപ്പോകാം. പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ ആശയത്തിന് ഒരു ജീവനുണ്ട്. ആ ജീവന് യാത്ര ചെയ്യാനുള്ളൊരു സ്പേസ്, അതിൻ്റെ ആയുസ് എത്ര എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഈ ഐഡിയയുടെ ആയുസ് എത്ര എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ചെറിയ ഇതായിരിക്കും, പക്ഷേ അതിൻ്റെ റെവർബറേഷൻ എന്ന് പറയുന്നത് അതിഭയങ്കരമായ റെവർബറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം അതിന് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. ഇപ്പം നിങ്ങളൊരു ചെറുകഥയായിട്ട് അതിനെ ഒരു സ്പാർക്ക് ഓഫ് ആൻ ഐഡിയയാണ് അതിൻ്റെ ഇതാണ്. അതിൻ്റെ ഭയങ്കര വർണ്ണസുലഭമായ ഒരു ചെറിയ സ്വപ്നം പോലെ നിങ്ങൾക്ക് ഒരു മണിക്കൂറോ ഒരു 10 പേജോ 12 പേജിലോ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ അതിൻ്റെ വിചിത്രമായ യാത്രയുടെ ഏറ്റവും മനോഹരമായ മുഹൂർത്തത്തിലേക്ക് എത്തുന്നു. ഇനി നമ്മൾ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആ വേഗം അതിനെല്ലാം വക്രീകരിക്കപ്പെടുമെന്ന് തോന്നുന്ന സ്ഥലത്തൊരു ഇത്. പക്ഷെ മറ്റേതങ്ങനല്ല. നിങ്ങൾക്ക് ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവലാവുന്നു, അല്ലെങ്കിൽ നോവൽ ചലച്ചിത്രമാവുന്നു. ഇതൊന്നുമല്ലാതെ നേരിട്ടൊരു ചലച്ചിത്ര യാത്ര എന്ന് പറയുന്നൊരു സംഗതിയിൽ ഇതിന് 2 മണിക്കൂർ ഒരു നമ്മളുടെ ഒരു സമയം വെച്ചിട്ട് 2 മണിക്കൂർ ഇതിന് ജീവൻ വേണം ഈ സംഗതിക്ക്. ഇത് 2 മണിക്കൂർ നിരന്തരമായി നിങ്ങളുടെ കാഴ്ചയെ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയെ നിലനിർത്താനുള്ള ഒരു കപ്പാസിറ്റി ഈ കഥാബീജത്തിന് ഉണ്ടാവണം. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സമയത്ത് ഈ കഥാബീജത്തിൻ്റെ ശക്തി ആണ് അതിൻ്റെ കഥാഗതികളെ നിയന്ത്രിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം ഒരു കാറ്റെന്ന് പറഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള കാറ്റ്. ഈ കാറ്റിന് 2 മണിക്കൂർ നേരത്തേക്ക് ഈ പ്രേക്ഷകനെ അല്ലെങ്കിൽ വായനക്കാരനെ അങ്ങേയറ്റം വരെ എത്തിക്കാനുള്ളൊരു ശേഷി ഉണ്ടാവണം. അപ്പം ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഒരു കഥ എഴുതി വയ്ക്കുമ്പോൾ ഇപ്പം നമ്മളെടുത്ത് വല്ല കഥ അല്ലെങ്കിൽ ഒരു നോവൽ എഴുതുമ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളുടെ അടുത്ത് ചോദിക്കുക. ഇപ്പോൾ സിനിമയിലൊക്കെയാണ് ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് വായിക്കുന്ന ആൾക്കാർ വളരെ വ്യാപകമായിട്ടുണ്ട്. അവർ ഇപ്പം ഇങ്ങനെയുള്ള സാന്നിധ്യത്തിൽ അധികം ഇല്ലെങ്കിൽ പോലും അവരിങ്ങനെ കഥ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് വേണ്ട ഒരു കഥ എന്ന് പറയുന്നത് ഈ റിവർബറേഷൻ 2 മണിക്കൂർ നിൽക്കുന്ന ഒരു കഥായാത്രയാണ്. അപ്പോൾ അതിന് നമ്മളീ പറഞ്ഞ കണക്ക് ഒരുപാട് ഇത് വേണമെന്നില്ല. അപ്പം എനിക്കറിയാം തന്നെ ഈ നെയ്മർ അല്ലെങ്കിൽ പിന്നെ മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ടായിരുന്നു, മൃഗയല്ല, നമ്മുടെ അദ്ദേഹം ഒരു ഇതായിട്ട് ഒരു ഗേ ആയിട്ട് അഭിനയിച്ച സിനിമയുണ്ടായിരുന്നല്ലോ, കാതൽ. അത് അതിൻ്റെ എല്ലാം കഥ എഴുതിയ പോൾസൺ ഒരു വർഷം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു കഥ ഇങ്ങനൊരു ത്രെഡ് തോന്നുന്നു ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കഥ, എന്താണ് പോൾസൺ ചോദിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് പോൾസൺ പറഞ്ഞു ഒന്നുമില്ല, നമ്മൾ 4 പേര് ഞാൻ ചേർന്നൊരു വേട്ടയ്ക്ക് പോകുന്നു. അതിലൊരാൾ അത് കഴിഞ്ഞ് ആ വേട്ടമൃഗത്തെ നമ്മൾ കഴിക്കാൻ പോയപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് നല്ല സുഖമില്ല, ഞാനത് കഴിക്കുന്നില്ല എന്ന് പറയുന്നത് അതിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് ഫീൽ ചെയ്യുന്നു, പക്ഷേ അതിന് സാധ്യതയുണ്ടോന്ന്. അപ്പം നമ്മൾ കുറച്ചും കൂടി നേരത്തെ പ്രാക്ടീസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് വലിയ ഐഡിയ ആണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ 4 പേര് ചേർന്നൊരു ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ ക്രൈമിൽ നമുക്ക് ഈക്വൽ അവകാശമാണ് നമ്മുടെ ഈ ക്രൈം എന്ന് പറഞ്ഞ സംഗതി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കഴിക്കാനായിട്ടിരിക്കുമ്പോൾ ഒരാൾ പറയും എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒറ്റുകാരൻ മണക്കുകയാണ്. അവിടെ ഒറ്റുകാരനെ മണക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കഥ നമ്മൾ ഈ പറയുന്ന കണക്കുള്ള അതിൻ്റെ റെവർബറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. 2 വരി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുള്ള ഞാൻ കഴിഞ്ഞ തലമുറയിൽ മൃഗയുടെ കഥ ലോഹിതാസ് പറഞ്ഞത് 3 വരിക്കത്ത് പറഞ്ഞു. ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാരെ 2 വരിക്കത്ത് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കാലം മാറി ഇപ്പം നമ്മളിപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുമ്പോൾ ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കൊരു ബാറ്റ്സ്മാൻ ഇല്ല എന്ന് പറയുമ്പം വൺ ഡേയിലൊക്കെ അതിനേക്കാൾ വലിയ
ബാറ്റ്സ്മാനായിട്ട് വിരാട് കോഹ്ലി വരികയാണ്. അയാളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ആവറേജ് വെച്ചിട്ട് അദ്ദേഹം വരിക. അപ്പം ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വരിയിൽ പോലും അവർക്ക് ഈ റിവർബറേഷൻ ഉണക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്പാർക്കും ശേഷിയുമുള്ള തലമുറയും ചെറുപ്പക്കാരുമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. വിലായത് ബുദ്ധയുടെ കഥയും ഇതുപോലെ വേറൊരാൾ വന്ന് വേറെ എൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറയുന്ന കഥ ഇതാണ്. അപ്പം പുള്ളി വന്ന് പറഞ്ഞത് പിന്നെ ഇതാണ് ഒരു മരം വെട്ടാനായിട്ട്, എൻ്റെ വീട്ടിൽ നിൽക്കുന്ന മരം വെട്ടാനായിട്ട് എൻ്റെ ശിഷ്യൻ വരുന്നു, അതിൻ്റെ അകത്ത് കഥയുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഡെഫിനറ്റായിട്ടുണ്ട്. അപ്പം എന്താ കാര്യം? ഞാൻ പഠിപ്പിച്ചത് ശരിയല്ലാത്തതുകൊണ്ടാണ് എൻ്റെ ശിഷ്യൻ ഇത് വെട്ടാനായിട്ട് എൻ്റെ വരയ്ക്കാതിട്ട് തന്നെ വരുന്നത്, മനസ്സിലായോ? അപ്പം സാറ് പഠിപ്പിച്ചതിലെന്തോ ഫാൾട്ടുണ്ട് അവിടെ. അപ്പം സാറിനോട് അവന് സംസാരിക്കാനുണ്ട്. അപ്പം അവിടെ അതാണ് ഇത് വരുന്നത്. അപ്പോൾ അതൊരു തർക്കത്തിൽ അവൻ്റെ തൊഴിൽ വഴി എങ്ങനെ അവൻ ആ തൊഴിലെത്തി, ആ തൊഴിൽ സാറിൻ്റെ ഇത് പറഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്, എനിക്ക് സംസാരിക്കാനുണ്ട് സാർ. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ജീവൻ. ഇപ്പം സിനിമയെ സംബന്ധിച്ചാണെങ്കിലും ഇത് തന്നെയാണ് അതിൻ്റെ പിന്നെ എന്തുകൊണ്ട് സിനിമയാകുന്നു ചില കഥകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതിൻ്റെ സത്ത. അതിൻ്റെ 2 മണിക്കൂറോ 2 മണിക്കൂറിന് ശേഷമോ അതിൻ്റെ ജീവൻ്റെയും അതിൻ്റെ യാത്രയ്ക്കും അതിൻ്റെ എനർജിയുടെ ഒലച്ചിലിന് ക്ഷതം തട്ടുന്നില്ല എന്നുള്ളൊരു സാധനം. അത് നമ്മളല്ല റിസീവ് ചെയ്യുന്നത്. ഇപ്പം മധുവിനെ പോലുള്ള സംവിധായകരോ അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഇവരുടെ അടുത്ത് പറഞ്ഞു കേട്ടോ അവർ പറഞ്ഞ ഭയങ്കര രസമുള്ളൊരു സാധനമുണ്ട്, നമുക്കതൊരു സിനിമയാക്കി നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഘട്ടം വരുന്ന സമയങ്ങളിലാണ് നമ്മളിതിനെ പീസാക്കി മാറ്റുക. ഒരു തുണി കച്ചവടക്കാരൻ ഒരു തുണി നമ്മൾ തയ്ക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം ഇവൻ ചെയ്യുന്നത്, നമ്മൾ ഉടുപ്പ് തുന്നാൻ ചെല്ലുമ്പോൾ നമ്മൾ ഇത് നിഷ്കരണം ഈ തുണിയെ കണ്ടം തുണ്ടം നമ്മൾ സഹിക്കത്തില്ല. ഈ പഴയ ആൾക്കാർക്കറിയാം, ഇപ്പോൾ റെഡിമെയ്ഡ് യുഗത്തിൽ അറിയണമെന്നില്ല. അപ്പോൾ ഈ കണ്ടം തുണ്ടം, പക്ഷെ അതിൽ നിന്ന് മനോഹരമായിട്ടുള്ള അയാളുടെ നിറ്റ് ചെയ്തെടുക്കുക, അത് ആ ജോലിയാണ് സംവിധായകൻ ചെയ്യുന്നത്. അയാളുടെ മുമ്പിൽ കുറേ തയ്യക്കാർ ഇരിപ്പുണ്ട്, അവരുടെ സ്കിൽസ് പിന്നെ അദ്ദേഹത്തിന് അറിയാം. അപ്പം അങ്ങനെ സ്കിൽഡായിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ആണ് അദ്ദേഹം. അപ്പോൾ തൈക്ക് എങ്ങനെ വെട്ടുന്നു എന്നുള്ളതാണ് പ്രധാന ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊണ്ട് ബോംബെ എന്നൊരാളുണ്ട്, ഭയങ്കര വെട്ട എന്ന് പറയുന്നത്. ആ വെട്ടാണ് ഈ പിന്നെ സംവിധാനം എന്ന് പറയുന്ന ഒരു സംഗതി. അയാൾ ഇവിടെ നിന്ന് ഇത് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് ആ ഘട്ടങ്ങളെക്കുറിച്ചെല്ലാം അത് പറയും. കാര്യം ഇതൊരു അപാര ഇതുള്ളൊരു സംഗതിയാണ്. ഇതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് 150 ആൾക്കാർ, പല തരത്തിലുള്ള കലാകാരന്മാർ, അവരവരുടെ മേഖലകളിൽ അതിപ്രതിഭാശാലികളായ മനുഷ്യരെയൊക്കെ ഒരു ഈ പറയുന്ന കണക്കുള്ള നമ്മൾ ജീവൻ വെപ്പിച്ചോ അല്ലെങ്കിൽ പെടുന്ന ഒരു കഥയെ അവർ വാങ്ങിച്ചുകൊണ്ട് പോയി പിന്നെ നടത്തുന്നൊരു പ്രക്രിയ. സിനിമ പരാജയമോ നന്നായോ ചീത്തയോ എന്നുള്ള വേറെ, പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഒരു വലിയൊരു ഡെഡിക്കേഷൻ, ഒരു അർപ്പണം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ സിനിമയിലെ കാണുന്ന ഒരു സിനിമ പരാജയപ്പെട്ടാലോ ആദ്യത്തെ ദിവസം ചില പൊട്ടിക്കരയുന്നതും ഇത് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ളത് ചെറുപ്പക്കാർ. ഈ എറണാകുളത്തൊക്കെ ഒരു 500 ടീമുകളെങ്കിലും ഇരുന്ന് പല ഫ്ലാറ്റുകളിൽ 500 പടങ്ങൾക്ക് ഒരേ സമയം ഇരുന്ന് ഇതിൻ്റെ പ്രക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരവരുടെ ജീവിതമാണ് ഇതിൻ്റെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ ഐഡിയയെ ഇത് ചെയ്തുകൊണ്ട് പോകാൻ. മറ്റേ സാഹിത്യത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കൈക്കുറ്റപ്പാടുകൾ ഒരുപാടുണ്ട്. ആ കൈക്കുറ്റപ്പാടുകളാണ് നിങ്ങളുടെ ആർട്ടിനെ ഭയങ്കരമായി വ്യതിരിക്തമാക്കുന്നൊരു സാധനം. നിങ്ങൾ പറയും നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ ആ നോവലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ കഥാകൃത്തിൻ്റെ കൈക്കുറ്റപ്പാടുകൾ അവിടെ ഇവിടെ അയാൾ ഇത് നിങ്ങൾക്ക് തെളിഞ്ഞ് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം ഞാനും അതുപോലെ ഒരുപാട് കൈക്കുറ്റപ്പാടുകളുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ 2 കൈക്കുറ്റപ്പാടുകളുള്ള 2 മനുഷ്യർ തമ്മിലുള്ള വലിയ ഇൻട്രാക്ഷനാണ് സത്യത്തിൽ ഈ സാഹിത്യം എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ഈ ഭാവനയെ സംബന്ധിച്ച് ഞാൻ തിരിതെളിക്കുന്ന സാധനത്തിനെ കത്തിച്ച് വെച്ച് ഇത് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വായനക്കാരൻ ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മളൊരു ഏകാന്ത ശില്പി ഉണ്ടാക്കുന്ന ഒരു ശില്പം പോലെയാണ്. അത് യുണീക്കാണ്, അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് യുണീക്കാണ്. അത് മറ്റേയാൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, ആ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ കഥ എഴുതുന്ന അല്ലെങ്കിൽ നോവൽ എഴുതുന്ന അത് യുണീക്കാണ്. അപ്പം ഇതിനെ ഒരു മെഷീനിങ്ങിന്, ഈ സംഗതിയെ ഒരു മെഷീനിങ്ങിന് വിധേയമാക്കുക. അതുകൊണ്ടാണ് പല കഥാകൃത്തുക്കൾ അല്ലെങ്കിൽ എഴുത്തുകാരും പിന്നീട് MG ഉൾപ്പെടെയുള്ള ആൾക്കാർ പിൻകാലത്തെല്ലാം അവരുടെ തിരക്കഥ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ജീവിതത്തിന് അവരില്ല, ഞാൻ ബേസിക്കലി ഒരു കഥാകൃത്താണ്,
അത് ഒരു കഥാകൃത്താണ്. തൃപ്തി ഈ കഥ എഴുത്ത് തന്നെയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ്. അത് മറ്റേ കലാകാരന്മാരെല്ലാം മോശമായതുകൊണ്ടോ മറ്റ് സംഗതികളോ ഒന്നുമല്ല, പക്ഷെ ഒരു മെഷീനിങ്ങിന് വിധേയമാക്കുന്നുണ്ട്. ആ മെഷീൻ വർക്ക് എന്ന് പറയുന്ന ഒരു വെച്ചാൽ ഈ സ്ട്രക്ചർ, ഈ സിസ്റ്റത്തിൻ്റെ അകത്തേക്ക്, ഈ ക്യാമറയ്ക്കൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളുടെ കാഴ്ച, ക്യാമറ എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണിൻ്റെയും ഭാവനയുടെ എന്ന് പറയുന്നത്, എനിക്കിപ്പം ഇത് 7ാമത്തെ കടലിൻ്റെ അക്കരെ പോയി ഇത് ചെയ്തിട്ട് പോയി എടുത്തുകൊണ്ട് വരാം, അത് ഇത്ര നിമിഷാർദ്ധങ്ങളിൽ പോയി. അത് ഇപ്പം ഞാനിപ്പം മധു ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ വ്യതിരിക്തമായി സംവിധായകൻ മാത്രമായിട്ട് നിന്ന് ചിന്തിക്കുന്നൊരു സമയത്ത് മധു അപ്പം തന്നെ മറ്റേ നമ്മൾ തയ്യക്കാരൻ്റെ പണിയിലേക്ക് കടക്കുക എന്ന് വെച്ചാൽ എങ്ങനെ ഇത് കാണിക്കും. ഈ ക്യാമറയ്ക്ക് നമ്മളെ ഈ അപ്പുറത്തെ ആ കോമ്പൗണ്ട് വരെ പോകാനുള്ള ഒരു ശേഷി മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നിറ്റിങ്ങാണ്, ഈ സംഗീതം ഇതെല്ലാം കൂടെ വെച്ച് നിറ്റ് ചെയ്ത് നിങ്ങളുടെ ഭാവനയെ ഭ്രമിപ്പിക്കുക. പക്ഷെ ഒരിട്ട കാഴ്ചയേ ഉള്ളൂ. മറ്റതങ്ങനല്ല. മറ്റത് എന്ന് വെച്ചാൽ നിങ്ങളാണ് അതിൻ്റെ കാഴ്ചയുടെ വിധാനം തീരുമാനിക്കുന്നതും അതിൻ്റെ യാത്രയെ തീരുമാനിക്കുന്നതും എല്ലാം വായിക്കുന്ന ആണ്. അതുകൊണ്ടാണ് ഇത് മറ്റതിൻ്റെ ടെക്നിക്കലായിട്ടും ഏറ്റവും ജനപ്രിയ സംഗതി സിനിമയായി നിൽക്കുമ്പോഴും ഒരു ഉപരിയായ കല എന്നിപ്പോൾ സംഗീതം, കവിത, അതിന് താഴെയായിട്ട് ഈ ഗദ്യം നിൽക്കുന്നത്, അതിന് താഴെയേ സിനിമയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ റീസൺ ഒരു പക്ഷേ ഇതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എനിക്ക് ബേസിക്കലായിട്ട് ഈ കഥയും അതിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ വളർച്ചയും സിനിമയുടെ സംവിധാനത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഘട്ടം വരെയുള്ള കാര്യമാണ് ഇതുവരെ പറഞ്ഞു വന്നത്. താങ്ക്സ്. ഇത് പറഞ്ഞപ്പോൾ പണ്ട് എം ജയചന്ദ്രനോട് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ദേശാഭിമാനിക്ക് വേണ്ടി പണ്ട് നടത്തിയ സമയത്ത് അദ്ദേഹത്തോട് ഞാനിങ്ങനെ ചോദിച്ചിരുന്നു, അടൂർ ഗോപാലകൃഷ്ണൻ ഒരു പത്രവാർത്തയിൽ നിന്നാണ് നിഴൽക്കുത്ത് എന്ന ഒരാശയത്തിലേക്ക്, സിനിമയുടെ ആശയത്തിലേക്ക് എത്തുന്നത്. എവിടെ നിന്നാണ് ഒരു പാട്ട് സംഭവിക്കുന്നത് ഒരു സംഗീതകാരൻ്റെ ഭാവനയിൽ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പ്രപഞ്ചവുമായിട്ടുള്ള ഒരു കണക്ഷൻ അതെപ്പോഴും അത് കയ്യിൽ കിട്ടും എന്ന് തോന്നും. അത് റിസീവ് ചെയ്യാനുള്ള ഒരു സന്ദർഭം അപ്രതീക്ഷിതമായി ഉണ്ടാവുകയും ആ സമയത്ത് ഭാവന അതോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മിക്കുകയാണ് അദ്ദേഹം. ഒരു ഭാവന പ്രവർത്തിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അതിനോടുള്ള എഴുത്തുകാരൻ്റെ സമീപനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ, ഇപ്പോൾ മധുബാലിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ നോവലുണ്ട്, ചെറുകഥകളുണ്ട്. പക്ഷേ അദ്ദേഹം തലപ്പാവ് വർഗീസ് സംഭവത്തെ ആസ്പദമാക്കി സിനിമയെടുക്കുന്നു. ഒഴിമുറി ജയമോഹൻ ഭാഷാഭൂഷണിയിൽ എഴുതിയ ഒരു ഓർമ്മകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അടുത്ത സിനിമയിലേക്ക് ആലോചിക്കുന്നു. പിന്നീട് ജീവൻ ജോബ് തോമസ് പച്ചക്കുതിരയിലോ മറ്റോ എഴുതിയ കോഴിക്കോട്ടെ സുന്ദരി അമ്മാൾ കൊലപാതകത്തെ ആസ്പദമാക്കി. മൂന്നും ചില ഇൻസിഡൻറ്റുകളെ മുൻനിർത്തി തന്നെയാണ്, ഫിക്ഷൻ ആണ് സംഭവിക്കുന്നതെങ്കിലും ചില ഇൻസിഡൻറ്റുകളെ അവലംബിച്ചുകൊണ്ട് തന്നെയാണ് ആ വാക്കിലേക്ക് പ്രവേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഒരു 2 മണിക്കൂർ ചലനാത്മകമായ ഒരു കാര്യത്തെ കുറിക്കുമ്പോൾ തീർച്ചയായും ഒരു എഴുത്തുകാരൻ തൻ്റെ സൃഷ്ടിയിൽ ഇടപെടുമ്പോൾ, ഇപ്പോൾ MT തന്നെ പറയുന്നുണ്ട്, പൂവമ്പഴം കൊണ്ട് കഴുത്ത് മുറിക്കുന്ന പ്രകൃതമാണ് അവൻ്റേത് എന്ന് എഴുതി കഴിഞ്ഞാൽ കഥാപാത്രത്തെക്കുറിച്ചുള്ള സ്വഭാവം പൂർണ്ണമായി. പക്ഷേ ഒരു തിരക്കഥയിലേക്ക് വരുമ്പോൾ ശബ്ദവും ദൃശ്യവും ചലനവും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആ 2 മണിക്കൂറിൻ്റെ ആ അനുഭവത്തിലേക്ക് കഥാപാത്രങ്ങളുടെ സ്വഭാവങ്ങളെ ഒക്കെ ചേർത്ത് വെച്ചെഴുതുമ്പോൾ വാക്ക് പ്രവർത്തിക്കുന്നതിനെ ഒരു എഴുത്ത് 2 എഴുത്ത് രീതി തന്നെ പ്രവർത്തിക്കും. തീർച്ചയായും ആ ഒരു അനുഭവത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മധുപാലിനോട് ആവശ്യപ്പെടും. നമസ്കാരം. ഞാൻ ഇന്ദു പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച പോലെ പറയാവുന്നൊരു കാര്യമുണ്ടെന്നുള്ളതാണ്. ഇന്ദു പറഞ്ഞൊരു കാര്യമുള്ളത്, ഒരു കഥ 2 വരിയിൽ പറയാം. ആ 2 വരിയിൽ പറഞ്ഞ കഥ ആവശ്യമായാൽ ആ കഥയ്ക്ക് അതിൻ്റേതായൊരു ഊർജമുണ്ടെങ്കിൽ 2 വരിയും കഴിഞ്ഞ് 2 മണിക്കൂറും കിടന്ന് വീണ്ടും ദിവസങ്ങളോളം പോകാൻ പാകത്തിലേക്കുള്ള വിഷ്വൽ സാധ്യതകളിലേക്ക് കൊണ്ടുപോകാൻ ഒരു കഥയ്ക്ക് കഴിയുമെന്ന്
ഞാനും ഇന്ദുവും കൂടെ ചെയ്തൊരു വർക്കുണ്ടെന്നുള്ളത് കാളികണ്ഠകി എന്നൊരു ടെലിവിഷൻ സീരിയൽ. കാരണം അതൊരു സത്യത്തിൽ അമൃതയിൽ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ 2 മണിക്കൂറിൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞ സംഭവം 50 എപ്പിസോഡിലെ ടി വി സീരിയലിലേക്കും അത് 100ലേക്കും 157ലേക്കും കൊണ്ടുപോയതായിരുന്നു. ആ വർഷത്തെ ഒരു 7ഓളം പുരസ്കാരങ്ങൾ ആ വർക്കിന് കിട്ടുകയും ചെയ്തു. പക്ഷെ നമ്മളതിനകത്ത് കാണിച്ചത് അതൊരു 50 അല്ല 100 അല്ല 150ലേക്ക് പോകാൻ പറ്റുമോ എന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം 2 മണിക്കൂർ കൊണ്ടോ 2 വരി കൊണ്ടോ പറയുന്നതല്ല, അതിനപ്പുറത്തേക്ക് സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് അതിന് നിലനിൽപ്പുണ്ടാവുന്നത്. പ്രോഗ്രാം വീണ്ടും അവർ ഈ ഓണം മുതൽ വീണ്ടും റീടെലികാസ്റ്റ് ചെയ്യുകയാണെന്നുള്ള പറഞ്ഞു. കാരണം അപ്പം കാഴ്ചക്കാർ അവരോട് ചോദിച്ചതിൻ്റെ പുറത്താണ് അവർ ചെയ്യുന്നത് എന്നാണ് അമൃത എന്നോട് പറഞ്ഞത്. അപ്പം നമ്മൾ പറയുന്നത് കുറേ കാലം കഴിയുമ്പോൾ ടെലിവിഷൻ്റെ സാധ്യതകൾ അങ്ങനെയാണ്. കാരണം ടെലിവിഷൻ കുറച്ച് നാളത്തേക്ക് മാത്രമേ ആ സമയം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ കാഴ്ച സാധ്യതയില്ലാത്തതാണ്. പക്ഷേ വീണ്ടും ഒരു കാഴ്ചക്കാരൻ അങ്ങനെ കാണണമെന്ന് തോന്നുന്നുവെങ്കിൽ ആ വർക്കിന് അതിൻ്റേതായൊരു നിലനിൽപ്പുണ്ടാവണമെന്നില്ല. ഞാൻ അങ്ങനെ ചെയ്തു പോയതുകൊണ്ട് തന്നെ അപ്പം ഇത് നേരത്തെ ജോഷു പറഞ്ഞതുപോലെ തന്നെ തലപ്പാവ് ചെയ്യുമ്പോഴും എന്നെ സംബന്ധിച്ചോളം ഉണ്ടായിരുന്നത് മത്തായി ചാക്കോയുടെ ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് കോഴഞ്ചേരി ഭാഗത്തുകൂടി പോകുമ്പോൾ ഉണ്ടായ ഒരു തോന്നലിൽ നിന്നാണ്. കാരണം അതൊരു കോൺഗ്രസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് അവിടെ നിന്നും അതിനു മുമ്പ് വർഗീസ് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടാവുകയും ആ മനുഷ്യൻ അവിടെ ജീവിക്കുകയും അതൊരു വളരെ സജീവമായിട്ടൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വഴിയിലേക്ക് പോവുകയൊക്കെ ചെയ്തത് ഉള്ളതും അതല്ലാത്ത എന്ന് തോന്നലുമാണ് ഒരർത്ഥത്തിൽ തലപ്പാവ് എന്ന സിനിമയിലേക്കും ആ പ്രദേശത്തിലേക്കുമൊക്കെ എന്നെ ചിന്തിപ്പിച്ചു അങ്ങനൊരു മനുഷ്യൻ എന്നുള്ളത്. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ആ കഥ നടന്നു പോയിട്ട് കാലം കുറേ കഴിഞ്ഞെങ്കിൽ പോലും പുതിയ ചെറുപ്പക്കാരുടെ ലോകത്തേക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണെന്നുണ്ട്. അപ്പോൾ ഈ ഓർമ്മപ്പെടുത്തലുകൾ തന്നെയാണ് നമ്മൾ എഴുത്തായിട്ടും സിനിമയായിട്ടും നാടകമായിട്ടും ഒക്കെ മനുഷ്യൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അതൊരു നോവൽ എഴുതി കഴിഞ്ഞാൽ തീരുന്നില്ല, അല്ലെങ്കിൽ ഒരു ചെറുകഥ എഴുതി കഴിഞ്ഞാൽ തീരുന്നില്ല. പക്ഷേ ഇത് വ്യാപകമായിട്ട് ആ വാക്ക് സത്യമുള്ളിടത്തോളം കാലം നിലനിൽക്കാൻ പാകത്തിലേക്കുള്ള ഒരു ദൃശ്യമാക്കി മാറ്റാൻ ചലച്ചിത്രം എന്ന മീഡിയത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്. കാരണം സിനിമ കാണുന്നതാണ്, സിനിമ കാഴ്ചയുടെ കല തന്നെയാണ്. ഈ കാഴ്ചയുടെ കല കൃത്യമായിട്ടും ഒരുപാട് കാര്യങ്ങൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മളോടൊരു കഥ പറയും. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ദു ഞാനൊരു പ്രോജക്റ്റിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഇന്ദു പറഞ്ഞത് ആകെ കൂടി 2 വരിയിലാണ് എന്നുള്ളത്. നമ്മൾ ആ 2 വരിയിൽ നിന്നും ഒരു സാധ്യതയുണ്ടോ എന്ന് ആലോചിക്കാൻ പറ്റുന്ന ഒരു വഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് തീർച്ചയായിട്ടും പുതിയ കാലത്തിൻ്റെ പുതിയ ചിത്രങ്ങളുടെ പുതിയ ഈ കൂട്ടിയോജിപ്പിക്കലിൻ്റെ സാധ്യതകളുടെ വഴി വേറെയാണെന്നുള്ളതാണ്. കാരണം ഞാനത് എപ്പോഴും പലയിടത്തും പറഞ്ഞു പോയ സാധനങ്ങളാണ്. കാരണം സിനിമയ്ക്ക് നമുക്ക് സമയബന്ധിതമായിട്ട് ചില കാര്യങ്ങൾ കാണിക്കാൻ പറ്റാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഞാനത് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഭയങ്കരമായിട്ട് തോന്നലുണ്ടാക്കിയത് പോൾ കോക്സിൻ്റെ ഇന്നസെൻസ് എന്ന് പറയുന്ന സിനിമയെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് മാറ്റിമറിച്ചൊരു സാധനം കൊണ്ടുകൂടിയിട്ടുണ്ട്. അതായത് ഞാനതൊരു പറയും പാറപ്പുറത്തിൻ്റെ ഒരു നോവൽ ടെലിവിഷന് വേണ്ടിയിട്ട് VK ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആകാശത്തിലെ പറവുകൾ ചെയ്യുമ്പോൾ അതിനകത്തൊരു വരി ഉണ്ടായിരുന്നു. ആ നോവലിലൊരു വരിയാണ്, പാലത്തിനടിയിലൂടെ പലവട്ടം പമ്പയാർ ഒഴുകി. മത്തായി ബോംബെയിലേക്ക് കയറുമ്പോൾ കോട്ടയം സ്റ്റേഷനിൽ നിന്ന് മത്തായി ബോംബെയിലേക്ക് കയറുമ്പോൾ 10 വയസ്സായിരുന്നു. അതാണ് ആ ഫസ്റ്റ് ലൈൻ. കോട്ടയം സ്റ്റേഷനിൽ മത്തായി ബോംബെയിലേക്ക് വണ്ടി കയറുമ്പോൾ അയാൾക്ക് 10 വയസ്സായിരുന്നു. പാലത്തിനടിയിലൂടെ പലവട്ടം പമ്പയാർ ഒഴുകി. തിരിച്ച് കോട്ടയം സ്റ്റേഷനിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. വണ്ടി സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്നു. വണ്ടിയിൽ നിന്നും മത്തായി ഇറങ്ങുമ്പോൾ മത്തായിക്ക് 60 വയസ്സ് പ്രായമുണ്ടതാണ്. ഈ 10 വയസ്സ് മുതലുള്ള 50 വർഷക്കാലം നോവലിൽ ഒരിടത്തും പറയുന്നില്ല. ഈ 50 വർഷത്തെ ജീവിതത്തെക്കുറിച്ച് നോവലിൽ വളരെ സൂചനകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ഒരാളുടെ ജീവിതത്തെ ഒരു വിഷ്വലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ പാലത്തിനടിയിലൂടെ പലവട്ടം പമ്പയാർ ഒഴുകി എന്ന വാചകം സിനിമയിൽ സമയത്തിൻ്റെ ട്രാവൽ ഉണ്ടെന്നുള്ളതാണ്. നോവലിൽ നമുക്കറിയാം, വായിച്ചു പോകുമ്പോൾ അറിയാം ഒരുപാട് സമയം കഴിഞ്ഞു എന്നുള്ളത്. പക്ഷേ സിനിമയിൽ ആ ട്രാവൽ ഒരു ട്രാൻസിഷൻ സ്വഭാവം കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. പാലത്തിനിടയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഓരോ ഇത് കഴിഞ്ഞ് കാണിച്ച് കുറേ നേരം കാണിച്ചാൽ അത് ബോറടിക്കുകയും ചെയ്യും. അതൊരു സമയമാകുകയില്ല. കുറേ നേരം സമയം പോയി എന്ന് മാത്രമേ പറയാറുള്ളൂ. ചില വിഷ്വലുകൾ നമ്മൾ കാണാറുണ്ട്. ചില ആൾ നടന്നു വരുന്നത് മണിക്കൂറുകളോളം നടന്നു വരുന്ന സമയത്തെക്കുറിച്ച് പറയും. പക്ഷേ
ഈ നടത്തമല്ലാത്ത ഒരു സാധനം കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പോൾ കോക്സ് ഇന്നസെൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ അത് ഈ പാലത്തിനിടയിലൂടെ പലവട്ടം പമ്പയാർ ഒഴുകിയത് കാണിച്ചപ്പോഴാണ് ഞാനും ഞെട്ടിയത് എന്നുള്ളതാണ്. സത്യമാണ്. നമ്മൾ സിനിമ കണ്ടാണല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നത്, സിനിമ കണ്ട് കാഴ്ചയുടെ കലയാകുന്നത് പഠിത്തമുണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം അതിനകത്ത് നായകനും നായികയും, നായിക ഒരു വളരെ ഏജ്ഡായിട്ടുള്ള ലേഡി, 70 വയസ്സുള്ള ഒരു സ്ത്രീ 80 വയസ്സുള്ള ഒരു ആളെ കാണാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ സ്റ്റേഷനിലേക്ക് പോകുന്ന വയസ്സായ ആൺ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഓർക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഓർക്കുന്നത് ഈ അവർ സ്ഥിരമായിട്ടിരിക്കാറുള്ള ഒരു കൾവെട്ടുണ്ടായിരുന്നു, അതിനിടയിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. ആ കൾവെട്ടിൻ്റെ അടുത്ത് സൈക്കിളിൽ വരുന്ന 2 കുട്ടികളെ കാണിക്കുന്നുണ്ട്. തിരിച്ച് ഇയാൾ സൈക്കിളിൽ പോകുമ്പോൾ പ്രായമായ മനുഷ്യനാണ് സൈക്കിളിൽ പോകുന്നത്. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നടന്നു വരുന്ന 2 ചെറുപ്പക്കാരെ കാണിക്കുന്നത്, കുറച്ചുകൂടി ഈ കൗമാരം വിട്ട് യൗവനത്തിലേക്ക് കയറുന്നത്. അവരുടെ പ്രണയത്തിൻ്റെ വഴികൾ മുഴുവൻ ഈ കൾവെട്ടിൻ്റെ മുകളിലൂടെ പലപ്പോഴായിട്ട് കാണിച്ച് അവർ ഈ വയസ്സായ അവസ്ഥയിലേക്ക് എത്തുന്ന ആ വണ്ടി വന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം പാലത്തിനടിയിലൂടെ പലവട്ടം പമ്പയാർ ഒഴുകിയിട്ടുണ്ട് എന്നുള്ളത്. ഇത് സിനിമയ്ക്ക് സാധ്യമാകും എന്ന് പറയുന്ന വഴികൾ കണ്ടെത്തുന്നുണ്ട്. കാരണം സിനിമ എന്ന് പറയുന്നത് ഈ മിസൻസീൻസിൻ്റെയൊക്കെ ഒരുപാട് സാധ്യതകൾ, മൊണ്ടേജുകളുടെയൊക്കെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട്, ഇതിൻ്റെ ഒരു ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് സിനിമ ചെയ്യുന്നൊരു കാലത്തിലെ സിനിമ അതിനേക്കാൾ 100 ഇരട്ടി വലിയ തോതിൽ ഇപ്പോൾ സമയത്തെ ട്രാൻസ്ഫർ ചെയ്യാൻ പാകത്തിലേക്കുള്ള വഴികൾ നമ്മളുടെ സിനിമകളിൽ കൊണ്ടുവന്നത്. ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ തലപ്പാവ് ഞാൻ ചെയ്യുന്ന സമയത്ത് നോൺ ലീനിയർ സിനിമയായിട്ട് ചെയ്തപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ്, ഇതെന്താ ഇങ്ങനെയെന്നുള്ളത്. അന്നത്തെ ഒരു മനുഷ്യനല്ലായിരുന്നു ഇന്ന് എന്നുള്ളത്. കാരണം അത് 2004 ചെയ്യുന്ന സമയത്ത് നിന്നും 17 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു ജനതയല്ല ഇപ്പോഴൊരു സിനിമ കാണുന്നത്. അപ്പം അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന, ഇതൊന്നും വേണ്ട, വളരെ ഡീറ്റെയിലിങ്ങിൻ്റെ ആവശ്യം പോലുമില്ല. ചെറിയൊരു വിഷ്വലിൻ്റെ ഒരു ഫ്രെയിം കാണിച്ചാൽ പോലും അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കുന്ന ഒരു പ്രേക്ഷകനുണ്ട് എന്നുള്ളതാണ്. ആ പ്രേക്ഷകനെ മുന്നിൽ കണ്ടു പോകുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക് സിനിമയിലായാലും സാഹിത്യത്തിലായിരിക്കും, അത് ആ വാക്കിൻ്റെ ഒരു സ്വഭാവം, ആ വാക്കിൻ്റെ ശക്തി ഇത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടണമെങ്കിൽ അത് വലിയ തോതിലുള്ള ചർച്ചകളുടെ സാധ്യതകൾ ഉണ്ടാവണം എന്നുള്ളത്. എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനും തമ്മിലുള്ളൊരു മനസ്സുണ്ട് എന്നുള്ളത്. ഞാനിത് പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാൻ എഴുതുന്ന ഒരാളാണ്, എന്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കഥകൾ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്നില്ല എന്ന്. ഞാൻ അതൊരു വളരെ സുഖകരമായൊരു ദാമ്പത്യം പോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു എഴുത്തുകാരനും സംവിധായകനും തമ്മിലുള്ളൊരു സൗഹൃദവും സ്നേഹമുണ്ട്, അതൊരു പ്രണയമാണ്. ആ പ്രണയത്തിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഉണ്ടാകുന്നൊരു അടുപ്പമുണ്ട്. ആ അടുപ്പത്തിൽ നിന്നും വരുന്ന ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞാണ് സിനിമ എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുണ്ട്. ഇത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തകഴി സംസാരിച്ചിട്ടുള്ളൊരു കാര്യം കൂടി തന്നെയാണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട് അതിൻ്റെ ബാക്കിയുള്ള സിനിമ. ഒരു കഥ ഞാൻ ഒരു സംവിധായകനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ പണി തീർന്നു. മകളെ കെട്ടിച്ചു കൊടുത്തിട്ട് ആ മരുമകൻ ആദ്യ രാത്രിയിൽ മകളോട് എന്താണ് ചെയ്യുന്നതെന്ന് ഒളിഞ്ഞു നോക്കാനൊന്നും ഞാൻ പോവില്ല, അതുകൊണ്ട് അതെൻ്റെ പണി തീർന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അതിനകത്തല്ല പറഞ്ഞത്, ഞാൻ അതിനെ കുറച്ചുകൂടുതലായി കാണുന്നത് അങ്ങനെയല്ല. കാരണം നമ്മുടെ ജീവിതം 2 വ്യക്തികൾ തമ്മിലുള്ളതാണ്. 2 അപരിചിതരായ വ്യക്തികൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒത്തുകൂടുകയും അവർ കഥകൾ പറയും, അവരുടെ ഉള്ളിലുള്ളത് മുഴുവൻ തുറന്നു വെക്കുകയും ചെയ്തിട്ടുള്ളൊരു പ്രണയമുണ്ട്. ആ പ്രണയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കുഞ്ഞാണ് എന്നെ സംബന്ധിച്ചോളം സിനിമ എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് സിനിമയെ കാണുന്നത്. അത് പറഞ്ഞപ്പോഴാണ് MT ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു തിരക്കഥാകൃത്തും സംവിധായകനും തമ്മിലുള്ള ബന്ധം പ്രണയിക്കുന്നവർ തമ്മിലുള്ള ബന്ധമാകണമെന്ന് MTയുടെ സമ്പൂർണ്ണ തിരക്കഥയിലെ ഒരു ലേഖനത്തിൽ MT അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ മധുപാൽ സൂചിപ്പിച്ച പോൾ കോക്സിൻ്റെ ഇന്നസെൻസ് നമ്മൾ നേരത്തെ IFFKയിൽ കളിക്കുകയും പോൾ കോക്സ് വരികയും ആ സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ബ്ലെസ്സി പ്രണയം എന്ന സിനിമ ചെയ്തത് എന്ന് ഓർമ്മയിൽ വരികയാണ്. ഇന്ദുകോമലിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്, പോകേണ്ടത് കൊണ്ടാണ്. ജോസഫ് സാറിൽ നിന്ന് ഞാൻ വരാം. പിന്നെ ഇന്ദുകോമൻ്റെ എഴുത്ത് ഇപ്പോൾ ഇങ്ങേയറ്റത്ത് ഇന്നലെ ഫഹദ് ഫാസിൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം നോവലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒരു നോവലാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് സിനിമയാകും, അത് ഞാൻ അഭിനയിച്ചില്ലെങ്കിലും മറ്റാരെങ്കിലും അത് സിനിമയാക്കും എന്ന് ഈ അക്കാദമി പുരസ്കാരം കൊടുത്തത് ഒരു പക്ഷേ ഇന്ദുഗോപൻ്റെ നോവലിനെ കുറിച്ചായിരിക്കാം എന്ന് തോന്നുന്നു. ഇന്ദുഗോപൻ
ഗോപൻ്റെ ഒരുപാട് കൃതികൾ കഥകളായും നോവലുകളായും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ദു ഗോപൻ ഒരു സംവിധായകൻ കൂടിയായിരുന്നു എന്നുള്ളത് ആളുകൾ അത്ര ഓർക്കാറില്ല. ഒറ്റക്കയ്യൻ എന്ന ഒരു സിനിമ ഇന്ദു ഗോപൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൊന്മാനൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന ആ കൃതിയെ പിൻപറ്റി അദ്ദേഹം തന്നെ സംവിധായകനോട് ചേർന്ന് തിരക്കഥ എഴുതിയ സിനിമയാണെങ്കിലും ഒരു എഴുത്തുകാരൻ്റെ ഒരു സ്വാതന്ത്ര്യ അനുഭവവും അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ ഭാവനയിൽ ആ വാക്ക്, ആ അനുഭവം ഒക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ഈ 3 മേഖലയിലും ജീവിച്ച ഒരു എഴുത്തുകാരൻ്റെ ഐഡൻറ്റിറ്റിയുള്ള ഒരാളാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ സംവിധായകൻ, തിരക്കഥാകൃത്ത്, സ്വതന്ത്രനായ ഒരു ലിറ്ററേച്ചർ ആ വർക്കിന് ഇടപെടുന്ന ഒരാൾ എന്ന നിലയിൽ ആ സിനിമയെയും കൂടി കണക്ട് ചെയ്ത് അനുഭവങ്ങൾ പങ്കുവെക്കാം എന്ന് തോന്നുന്നു. ഞാൻ സംവിധാനം ചെയ്തത് ഞാൻ വഴിതെറ്റി സംവിധായകനായതാണ്. ചിലർ അതിൻ്റെ ഒരു എക്കണോമിക് സൈഡൊക്കെ നോക്കിയിട്ടാണ്. അന്നത്തെ കാലത്ത് എല്ലാ സിനിമയ്ക്കും 12 ലക്ഷം രൂപയുടെ സാറ്റലൈറ്റ് റേറ്റ് ഉണ്ടായിരുന്നു. എങ്കിൽ 12 ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ എടുത്ത് നോക്കിയാൽ എങ്ങനെ പണിയും പഠിക്കാം എന്നുള്ള ഇതിൽ ഇതുണ്ട്. പക്ഷേ അതുകൊണ്ടുള്ളതിൻ്റെ വലിയ ഗുണമെന്ന് പറഞ്ഞാൽ എനിക്ക് സംവിധായകരോട് അനൽപമായ ബഹുമാനവും സ്നേഹവും കൂടി എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ ഇരുട്ടിലും രാത്രിയും പകലും ഒക്കെയും നടന്ന് ഈ 10-100 പേരെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന അയാളുടെ മനസ്സിലാണ് സിനിമ. നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു കഥയുമായിട്ടൊരു സംവിധായകൻ്റെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതിൻ്റെ പ്രണയം എന്ന് പറഞ്ഞു. ഞാനതിനെ കാണുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു ആദ്യം ഈ കഥാകൃത്ത് ടീച്ച് ചെയ്യുകയാണ് ഈ സംവിധായകനെ. പിന്നീട് നമ്മൾ സംവിധായകൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാവുമ്പോഴാണ് ആദ്യഘട്ടം. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഈ 2 പേര് ഇപ്പം അതും ഞാനും തമ്മിലൊരു സിനിമ ചെയ്യാനെടുക്കുക. ഞങ്ങൾ 2 പേരും കേരളത്തിൻ്റെ 2 ഭാഗങ്ങളിൽ ജനിച്ച് വളർന്ന ഞാൻ തീരദേശത്താണെങ്കിൽ മധു പാലക്കാട് ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് ജനിച്ച് വളർന്നതാണ്. അപ്പം ആദ്യം നമ്മളുടെ ബാല്യത്തിനെയാണ് നമ്മളൊന്ന് നിരപ്പാക്കേണ്ടതുണ്ട്. ഇത് വെച്ചിട്ട് ഈ കഥ എവിടെ നിൽക്കുന്നു, ഇപ്പം മധുവിൻ്റെ ബാല്യത്തിൽ എവിടെ നിൽക്കുന്നു, എൻ്റെ ബാല്യത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് മാറി നിന്ന് 2 കുട്ടികൾ കാണുന്നത് പോലെ നമ്മളിതിൻ്റെ സഞ്ചാരം തുടങ്ങുക എന്നുള്ളതാണ്. അത് ഒരു പ്ലെയിനിലെത്തും. ആ ഒരു ടീച്ചിങ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കഥാകൃത്ത് എന്നുള്ളതല്ല, ഇതാണ് അതിൻ്റെ പ്രതലം, പരിസരം, ഇതിൻ്റെ ഇമോഷണൽ സൈഡ് ഇതാണ്. ഇതിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ ഒരു തിരിവ് അല്ലെങ്കിൽ ഇത് കഥ ഡൈവേർട്ട് ചെയ്ത് പോയി മറ്റൊരു ദിശയിലേക്ക് പോകുന്ന കാഴ്ച ഇന്നതാണ്. ഇത് കൃത്യമായി സംവിധായകൻ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങും. പിന്നീട് നമ്മളൊരു ചീഫ് ടെക്നീഷ്യൻ മാത്രമാണ് സത്യത്തിൽ ഇത്. അപ്പം എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ആദ്യഘട്ടം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇതിലെന്ന് പറയുന്നത് ഒരു ടീച്ചറായിട്ട് നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ടെക്നീഷ്യനായി മാത്രം അത് നമ്മളിങ്ങനെ വെള്ളം വന്നിങ്ങനെ മറിയുന്നതോട് നമ്മൾ അത് ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് ഈ കഥാകൃത്ത് എന്നുള്ളൊരു സ്വരൂപം എല്ലാ ആൾക്കാരിൽ ഒരാൾ മാത്രമായി മാറുന്ന ഒരു വലിയ ഒരു സമർപ്പണം, ആത്മസമർപ്പണം ഈ കഥാകൃത്ത് എന്ന് പറഞ്ഞ സംവിധാനത്തിലുണ്ട്. എല്ലാ കാലത്തും കഥയിൽ ആർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇപ്പം ഇപ്പം നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു. ഞാനിവിടെ നിന്നിട്ട് ഇപ്പോൾ അടുത്തെടുക്കാൻ പോകുന്ന ഒരു കഥയെക്കുറിച്ച് ഞാൻ പറയുകയാണ്. നിങ്ങളടുത്ത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യാം. കാര്യം നിങ്ങളെല്ലാം കഥയെ വഹിക്കുന്ന മനുഷ്യരാണ്. നമുക്കെല്ലാം കഥയുണ്ട്. നമ്മൾ ഇന്ന് ജീവിച്ച് നിങ്ങളിന്ന് ഇവിടെ ഇരിക്കുന്നു. നാളെ ഇത് നിങ്ങളുടെ കഥയാണ്. ഇത്രയും നമ്മൾ പങ്കുവച്ച സമയം എന്ന് പറയുന്നത് നാളെ നിങ്ങളുടെ കഥയാണ്. ഞങ്ങളിവിടെ ഇരിക്കുന്നവരുടെ ചേഷ്ട, നിങ്ങളവിടെ പോയിരിക്കുന്നത് എല്ലാം കഥകളാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കഥയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വേറെ ഒരു ജോലിക്കും അത് പറ്റത്തില്ല. അപ്പോൾ കഥാകൃത്ത് എന്ന് പറയുന്നപ്പോൾ സിനിമയ്ക്കകത്തേക്ക് ഇപ്പോഴത്തെ സിനിമയിലേക്ക് വരുമ്പോൾ കഥാകൃത്ത് എന്ന് പറയുന്ന ഒരു സംഗതി വെച്ചാൽ അയാൾ വളരെ ഹൃദയവിശാലതയുള്ള ഒരാളായിരിക്കേണ്ടതുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ കഥയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ആൾക്കാരെ എല്ലാവരും ഈ കഥയിൽ ഇടപെടാം. ചോദിച്ചു കഴിഞ്ഞാൽ ഇടപെടാം. അതല്ല അവിടെ ശരിയാവത്തില്ല സാറേ, അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ചേട്ടാ അവിടെ അത് പ്രശ്നമുണ്ട്, അവിടെ പൊളിയും കഥ. ഇങ്ങനെ 56 അഭിപ്രായങ്ങൾ വരും ഈ കഥയെ സംബന്ധിച്ച്. അതിൻ്റെ സംവിധായകൻ പോട്ടെ, ക്യാമറാമാൻ,
നിർമ്മാതാവ് മുതൽ എല്ലാ ആൾക്കാർക്കും ഇതിൻ്റെ അകത്ത് വരാൻ പറ്റും. അതേസമയം ഒരു ക്യാമറാമാൻ്റെ ടെക്നിക്കൽ ജോലിയിൽ ഒരു കഥാകൃത്തിന് കയറി ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. ഞാനതിനെ കഥയുടെ ഒരു വലിയ വിശാലതയുടെ ഉദാഹരണമായിട്ടാണ് സത്യത്തിൽ കാണുന്നത്. അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഈ കഥാകൃത്തിനുണ്ടാണ്. അല്ലാതെ വേറെ ഒരു 3 അഭിപ്രായങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് കൊള്ളത്തില്ല, ഇതുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇത് പൊളിയും കേട്ടോ എന്ന് 3 സംഭാഷണങ്ങൾ കേട്ട് തകരാനുള്ളതാവരുത് ഈ സിനിമ കഥാകൃത്ത് അല്ലെങ്കിൽ മറ്റേ കഥാകൃത്ത് എന്നുള്ളത്. കഥാകൃത്ത് എന്ന് പറയുന്നൊരു സംഗതി അയാളുടെ ഹൃദയം ഏത് സമയത്തും അലിയാനും ഏത് സമയത്തും ഈ ഖരരൂപത്തിലാവാനും പെട്ടെന്നുള്ള ഈ അടിയിലും താടനങ്ങളിലും ഒന്നും കുലുങ്ങാത്തതുമായിരിക്കേണ്ടതായ ഒരു ഈ സ്വർണം പോലെ ഇതായിരിക്കണം. ഏത് സമയത്തും നല്ല കട്ടിയും ഏത് രൂപാന്തരം ഭാവിക്കുകയും ചെയ്യുന്നവർ. അതാണല്ലോ അയാളുടെ തൊഴിൽ. ഒരു കഥാസന്ദർഭത്തിൻ്റെ ഏത് ഭാഗങ്ങളിലേക്കുമായി രൂപാന്തരപ്പെടുത്തുക എന്നുള്ള അയാളുടെ തൊഴിൽ. അയാൾ 10 പേർ വന്നിട്ട് ഇതിനെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ തകരേണ്ട ഒരാൾ ഒരിക്കലും കഥാകൃത്തായി ഇത് ചെയ്യില്ല. അയാൾക്കറിയാം അതിൻ്റെ യാത്രയെ സംബന്ധിച്ചുള്ള ധാരണ. ഈ 3 വിരുദ്ധാഭിപ്രായങ്ങൾ അതിന് ഒരുക്കം കൂട്ടുന്ന ആയി മാറേണ്ട ഒരു സംഗതിയുണ്ട്. പിന്നെ ഞാൻ ടീച്ചിങ്ങിൻ്റെ ഒരു സാധനം പറഞ്ഞാൽ പല സമയങ്ങളിലും സംവിധായകൻ അധീരനാവും. സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചുമലിലാണ്. ഒരു സിനിമ ചലച്ചിത്രം പുറത്തേക്ക് വരുമ്പോൾ 2 പേർക്ക് മാത്രം പ്രധാന നടന് ആണ് ഒരു പരിധി വരെ. കാര്യം അയാളുടെ സ്റ്റാർഡത്തിന് ഇത് ബാധിക്കും. പക്ഷേ അയാൾ പെട്ടെന്ന് അതിജീവിക്കും. പക്ഷേ ഒരു സംവിധായകൻ അതിജീവിക്കുക എളുപ്പമുള്ള കാര്യമില്ല. അത് അയാളുടെ സ്വപ്ന പദ്ധതി. അയാളുടെ ഒരു ചെറിയ ജന്മത്തിലെ 2-3 വർഷം തീരെഴുതി വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. അയാൾ മാത്രമാണ് ഇതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് പാർട്ടി എന്ന്. അയാൾ എല്ലാ സമയം അയാളിങ്ങനെ ഓരോ കാറ്റിലും മഴയിലും എല്ലാം എഫക്റ്റഡാണ്. അയാൾ വെളിയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു മേൽക്കൂരയും അദ്ദേഹത്തിനില്ല. ഈ ചലച്ചിത്രം ബോധ്യപ്പെടുത്തുന്നവരെ അദ്ദേഹത്തിന് ഇതില്ല. അപ്പം അവിടെയും താങ്ങായി നിൽക്കേണ്ട ആൾ എന്ന് പറയുന്നത് ഏത് ഭാവത്തിലും രൂപത്തിലും ഈ കഥയെ ഉരുവം കൊള്ളിക്കാൻ നിൽക്കുന്ന ഈ കഥാകൃത്താണ്. അത് കഴിഞ്ഞൊരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ ഈ പറയുന്ന കണക്കുള്ള ഒരു ഘട്ടം കഴിഞ്ഞ് ഇരിക്കും. പിന്നെ സംവിധായകരാണ്. ചില സംവിധായകർക്ക് ഈ കാഴ്ചയുടെ ഇത്രയും ഭാഗങ്ങൾ കിട്ടിയാൽ മതി, പിന്നീട് അദ്ദേഹം അതുമായിട്ട് യാത്ര ചെയ്യാം. കോൺഫിഡൻസ് ലെവൽ എത്തിയാൽ അദ്ദേഹം യാത്ര ചെയ്ത് തുടങ്ങും. അവിടം വരെ നമ്മൾ ഈ സംവിധായകരുടെ കൈപിടിച്ച് കൂടെ ഉണ്ടായിരിക്കണം. അദ്ദേഹം നമ്മളെ കൈപിടിക്കുന്നത് നമ്മൾ തീരുമാനിച്ചാൽ തന്നെയും നമ്മൾ സത്യത്തിൽ തിരിച്ചാണ് കൈപിടിക്കുന്നത്. അതാണ് കഥ അല്ലെങ്കിൽ ഈ സംഗതികളുടെ ഒരു വലിയ വ്യാപ്തി എന്ന് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ടാണ് ഇത് പലപ്പോഴും ഒരു അനുഗ്രഹീത കലയെന്നും ഇതിൻ്റെ അതികഠിനമായ യാതനകളിലും നമ്മൾ കൂടെ നിൽക്കുന്നത്. മറ്റൊന്ന് ഈ കഥാപാത്രങ്ങളുടെ വ്യത്യാസമാണ്. അപ്പോൾ കഥയിൽ നിന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ ഇപ്പം ഞാൻ പറയാം, ഇപ്പം 4-5 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ നോവൽ പിന്നെ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയായിട്ട് വന്നപ്പോൾ അതിൻ്റെ അകത്തു നിന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം അനുഭവിച്ചെന്തെന്ന് വെച്ചാൽ കഥയിൽ അതിലെ പ്രധാന ആൻറ്റഗോണിസ്റ്റായിട്ട് നിൽക്കുന്ന മരിയാനോ എന്ന് പറഞ്ഞ കഥാപാത്രം പുസ്തകത്തിൻ്റെ അകത്ത് അയാളുടെ നന്മയുടെ ഷെയ്ഡ് കുറേ കൂടെ കൂടുതലാണ്. ഇയാൾ പറയുന്നത് നിനക്ക് ഞാൻ തരാം, ഞാൻ 2 പവൻ നിനക്ക് തരാം, അത്ര എനിക്ക് നിവർത്തിയുള്ളൂ, നീ 2 ആഴ്ചയും കൂടി ഇവിടെ നില്ല്, ഈ ഉത്സവം വരെ നമുക്ക് ഇവിടെ നിൽക്കാം എന്ന ശേഷമതിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ പോവാതെ നിൽക്കുമ്പോഴത്തേക്കും അവൻ നിവർത്തിയില്ലാതെ ഈ കയ്യിലുള്ള സാധനം വെച്ച് അടിച്ച് ഓടിക്കുന്നത്. സിനിമയ്ക്കത് പോരാ. സിനിമയ്ക്ക് നിങ്ങൾ ദൃഷ്ടാന്തമാണ്. മറ്റേതങ്ങനല്ല. നിങ്ങൾക്ക് തീരുമാനിക്കുക ഇത്രയും വേണോ പോണ്ട, അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഈ പിന്നെ റീഡേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. മറ്റേതങ്ങനല്ല. ഒറ്റ ദൃശ്യമാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കൃത്യമായിട്ട് പറയണം. ഞാൻ പറഞ്ഞത് എല്ലാ സിനിമകളെയും കുറിച്ചല്ല, എങ്കിലും നമ്മൾ പൊതുവായി സിനിമകളിലേക്ക് എത്തുന്നൊരു സിനിമ അതിന് ഒരു കുറച്ചെങ്കിലും ഓടിയില്ലെങ്കിൽ അതിൻ്റെ ആൾക്കാരെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാലാവസ്ഥ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഇയാൾ ഇദ്ദേഹത്തിനെ കുത്തി എന്നുള്ളവർ കൊണ്ടിട്ട് ഇയാളിലേക്ക് നമ്മൾ കൂടുതൽ ഈ ക്രൈം അല്ലെങ്കിൽ ഇയാൾ കൂടുതൽ വൈസസ് അയാളിലേക്ക് നമ്മൾ ആരോപിക്കുകയും അയാളുടെ ആ വൈസസിന് ആവർത്തനം ഉണ്ടാക്കി അയാളൊരു ആൻറ്റഗോണിസ്റ്റായി നമ്മൾ പ്രതിഷ്ഠിക്കുക. ആ പ്രതിഷ്ഠ എന്ന് പറയുന്നൊരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. കഥയിലത് വേണ്ട. കാര്യം നമ്മൾ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ അത്രയും സ്മൂത്താണ്. നിങ്ങൾ എന്നെക്കാൾ വലിയ വായനക്കാരനാണ്, ശരിയല്ലേ? കാരണം ഞാനിരുന്ന് നിരന്തരമായി എഴുതുന്ന ഈ പ്രക്രിയയിൽ നിങ്ങൾ വായിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ എഴുത്തുകാരനല്ല, അല്ലെങ്കിൽ ഇതുപോലെ നല്ല പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ആളല്ല.
അപ്പോൾ എത്രയോ ഉപരിയാണ്. അപ്പം അതിന് ഈ കഥാപാത്രത്തിൻ്റെ എല്ലാ പിന്നെ സോഫ്റ്റായിട്ടുള്ള ഇതും അയാളുടെ കുഴപ്പങ്ങളെല്ലാം പിന്നെ സ്വീകരിക്കാനുള്ള വലിയ ഹൃദയം ഉള്ള ആൾക്കാരാണ് വായനക്കാർ. സിനിമയുടെ കാഴ്ചക്കാരൻ സംഗതി അങ്ങനെയല്ല. അവൻ ഇതിന് നിങ്ങൾ പണം മുടക്കുന്നുണ്ട് പുസ്തകത്തിന്, പക്ഷേ മറ്റതങ്ങനല്ല. നിങ്ങൾക്ക് ഏത് സമയത്തൊന്നും വായിക്കാം, ഒരു ആയുസ്സിൽ എപ്പം വേണമെങ്കിലും തുറന്നു വെച്ചു. മറ്റങ്ങനല്ല. എൻ്റെ 2 മണിക്കൂർ നേരം നിങ്ങൾ അടങ്കലായിട്ട് ഒരേ സമയത്ത് നിങ്ങൾ വാങ്ങിച്ചിരിക്കുക. ഈ 2 മണിക്കൂർ നിങ്ങൾ കാണുക, നിങ്ങൾ ഇത് ചെയ്തിരിക്കുക, നിങ്ങളെ അടച്ചിട്ടിരിക്കുകയാണ്. നിങ്ങളെ ഞാൻ അടച്ചിട്ടിരിക്കുകയാണ് 2 മണിക്കൂർ ഇത് കേട്ടത്. എൻ്റെ ഈ പറഞ്ഞത് നമ്മൾ തടങ്കലിലാണ് എന്ന് പറഞ്ഞാലാണ് പ്രശ്നം. അല്ലാതെ ഇപ്പം നമ്മളൊരു വലിയ ഗ്രഹത്തിൻ്റെ തടവുകാരാണ് എന്ന് പറഞ്ഞാൽ അല്ല, അത് കണക്കല്ലല്ലോ നമ്മളെ വിയ്യൂരി കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ തടങ്കലിലാണ് 3 മാസം എന്ന് പറഞ്ഞ കണക്കുള്ള ഈ പ്രോസസ്സിനെ വിസ്മരിപ്പിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ്. അവർ വളരെ പിന്നെ വൈബ്രേറ്റഡ് ആണ്, വയലൻ്റ് ആണ്, ഒക്കെയാണ്. നിങ്ങളുടെ സംഗതിയെ ഞാൻ സഹിക്കുന്ന, ഞാൻ വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, എന്നെ ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നത് സാർ. ഈ വ്യത്യാസം ഈ കഥയും ഇതും തമ്മിൽ വലിയ അന്തരമുണ്ടാക്കുന്നതാണ്, അതിൻ്റെ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ജീവിക്കുന്ന കഥാപാത്രങ്ങളിൽ ഒരു അപ്രധാന കഥാപാത്രം സിനിമയെ സംബന്ധിച്ച് വരുമ്പോൾ വലിയ ഇതിലേക്ക് മാറും. അങ്ങനെ വലിയ രൂപാന്തരങ്ങൾ വരുന്നുണ്ട് ഈ സംഗതി. അത് വലിയ പാഠവും ഇതുമൊക്കെയാണ്. അതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജോസഫ് സാറും മറ്റു സാധനങ്ങളും പറയും. ഞാൻ ഈ ട്രെയിനിൻ്റെ സമയമായതുകൊണ്ട് ഞാൻ പോവുകയാണ്. താങ്ക് യു. ഈ സെഷനിൽ നിന്ന് ഇന്ദുഗോപൻ തൽക്കാലം പിൻവാങ്ങുകയാണ്. ഒരു ചലച്ചിത്രം, അതിൻ്റെ ബഡ്ജറ്റ്, അതിൻ്റെ രീതിശാസ്ത്രം, മറ്റ് കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് തിരക്കഥാകൃത്ത് ആയി നിൽക്കുന്ന ഒരാൾ ഇടപെടുന്ന ഒരു സന്ദർഭം, അതിൻ്റെ ചേഞ്ച് ഒക്കെ അത് പറയുന്നത് കേട്ടപ്പോൾ MT പെരുന്തച്ചൻ എന്ന സിനിമയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അഗ്രഗണ്യനായ, തച്ചുശാസ്ത്രത്തിൽ അഗ്രഗണ്യനായ പെരുന്തച്ചൻ ഉണ്ടാക്കിയ ആ വലിയ ക്ഷേത്രം, അത് ബഡ്ജറ്റിനനുസരിച്ച് അത്ര വലിയ ക്ഷേത്രം, ആ പെരുന്തച്ചൻ്റെ പെരുമയെ കാണിക്കാവുന്ന തരത്തിലുള്ള ഒരു ക്ഷേത്രം സാധ്യമല്ല നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം. MT ഒറ്റ വാക്യം എഴുതി കൊടുക്കുകയാണ്. പെരുന്തച്ചൻ്റെ മകൻ പറയുന്ന ഒരു പരിഹാസപൂർവം പറയുന്ന ഒരു കമൻറ്റ്, ഈ തത്തക്കൂട് പണിയാൻ പെരുന്തച്ചൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നതോടുകൂടി ആ സിനിമയിലെ നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും ഒക്കെ ആ ബഡ്ജറ്റിനെ ഒക്കെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു വാക്ക് ഉണ്ടായി മാറുകയാണ്. അപ്പം നമ്മളെപ്പോഴും സാഹിത്യകൃതി സിനിമയായി മാറുമ്പോൾ എപ്പോഴും ആലോചിക്കാറുള്ളത് അതതിൻ്റെ സാഹിത്യത്തോട് എത്രമാത്രം നീതി പുലർത്തി എന്ന ചോദ്യമാണ് ആദ്യം ഉണ്ടാവുക. അതിൻ്റെ മുകളിലാണ് എഴുത്തുകാരനും സംവിധായകനും തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുക, വായനക്കാരും സംവിധായകരും തമ്മിലുള്ള, അല്ലെങ്കിൽ വായനക്കാരിലെ കാഴ്ചക്കാരും തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുക. ഒരുപാട് ചേഞ്ച് എങ്ങനെയാണത് കൊണ്ടുവരുന്നത്, എന്തൊക്കെ സാഹിത്യാംശത്തിൻ്റെ അഭാവത്തെ എങ്ങനെയാണ്, അല്ലെങ്കിൽ സിനിമ എങ്ങനെയാണ് ആ സാഹിത്യ അംശത്തെ ചേർത്ത് പിടിക്കുക എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഷൺമുഖദാസ് മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ലേഖനത്തിൽ അദ്ദേഹം സത്യത്രയെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വിഭൂതിഭൂഷൻ്റെ 300 കഥാപാത്രങ്ങളെ സത്യത്രേ അപുത്രയം എടുത്തപ്പോൾ 30 കഥാപാത്രങ്ങളിലേക്ക് ചുരുക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി 270 കഥാപാത്രങ്ങളെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം വായനക്കാരൻ്റെ മുന്നിൽ, കാഴ്ചക്കാരൻ്റെ മുന്നിലുള്ളതാണ്. തീർച്ചയായും ലോക സാഹിത്യം സിനിമയാകുമ്പോൾ ഉണ്ടായിട്ടുള്ള വായനക്കാരൻ്റെയും കാഴ്ചക്കാരൻ്റെയും സംഘർഷങ്ങളെയൊക്കെ ചേർത്ത് നിർത്തി ഇങ്ങേയറ്റത്ത് ജോസഫ് സാറ് ഇപ്പോൾ ഒരു നോവലും കൂടി എഴുതിയിട്ടുണ്ട്, മരിച്ചവരുടെ യുദ്ധങ്ങൾ, ഫിക്ഷനിലും ഇടപെട്ട് തുടങ്ങിയ നിരൂപകനാണ്. ദീർഘകാലത്തെ കാഴ്ചയുടെ വളരെ ക്രിറ്റിക്കലായി സിനിമയെ നോക്കിക്കണ്ട ഒരു എഴുത്തുകാരനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ കുറച്ച് വ്യത്യസ്തമായൊരു കാര്യമാണ് പറയാൻ ആലോചിക്കുന്നത്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന രണ്ടുപേരും പറഞ്ഞതും നമ്മൾ ഫോക്കസ് ചെയ്തത് സാഹിത്യം സിനിമയാകുമ്പോഴുള്ള പ്രശ്നമാണ്. ഞാൻ പറയാൻ ആലോചിക്കുന്നത് അതല്ല, അത് രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആലോചിക്കുന്നത് ഈ സാഹിത്യം അതിൻ്റെ രചനയിൽ എങ്ങനെയാണ് സിനിമയുടെ വഴിയിൽ സഞ്ചരിക്കുന്നത്.
സിനിമയെ എങ്ങനെയാണ് അത് എഴുത്തുകാരനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ സിനിമയെ പരിശോധിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എന്തൊക്കെയാണ് അതിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സിനിമയുടെ ഘടനയ്ക്കകത്ത് എന്താണ് ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇല്ലാത്തത്, ഇങ്ങനെയാണ് ആലോചിക്കുക. അപ്പോൾ ഈ സിനിമ തന്നെ ഒരു ആധുനികമായിട്ടുള്ള യന്ത്രവൽക്കൃത സമൂഹത്തിൻ്റെ മെക്കനൈസ്ഡ് ആയിട്ടുള്ളൊരു വേൾഡിൻ്റെ ഒരു ആർട്ടാണ്. അപ്പോൾ സിനിമ ആദ്യം ഒരു കലാരൂപമായിട്ടൊന്നും എഴുത്തുകാരോ അക്കാലത്തെ സാംസ്കാരിക പ്രവർത്തകരോ അവർ സ്വയം എലീറ്റായി നിന്നുകൊണ്ട് അവരതിനെ അംഗീകരിച്ചിട്ടേ ഇല്ല. അതിന് സിനിമ കണ്ട ആദ്യം സിനിമ കാണുമ്പോൾ മാക്സിം ഗോർക്കി പറഞ്ഞത്, ഇത് ഒരു താൽക്കാലിക രസത്തിന് അവസാനിക്കാവുന്ന ഒരു സാധനമാണ്, ഇത് നിലനിൽക്കാൻ പോകുന്നില്ല എന്നാണ്. പക്ഷേ അദ്ദേഹത്തെ പോലെ വളരെ ഉന്നതനായുള്ള ഒരു റൈറ്റർ, വലിയ വീക്ഷണമുള്ള ആൾ, വലിയ പരിചയമുള്ള ആൾ. അപ്പോൾ അദ്ദേഹത്തിനെ കടന്നാണ് സിനിമ പോയത്. അപ്പോൾ സിനിമ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ആഖ്യാന രൂപമാവുകയും വളരെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാവുകയും ചെയ്ത ആ കാലത്ത് എഴുത്തുകാർ ഒരു പ്രതിസന്ധി അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഈ സിനിമ വളരെ പോപ്പുലറായി, സിനിമയുടെ കാഴ്ച വളരെ പോപ്പുലറായി, പലതരത്തിലുള്ള സിനിമകൾ വരികയാണ്. അന്ന് വരെ സാഹിത്യഗതികളിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത രചനാ സങ്കേതങ്ങൾ സിനിമയിൽ വരികയാണ്. അപ്പോൾ ഈ മോഡേൺ ലിറ്ററേച്ചറിന് അല്ലെങ്കിൽ ആധുനിക സാഹിത്യകാരന് സിനിമയുമായി മത്സരിച്ച് തൻ്റെ എഴുത്തിൻ്റെ വഴിയിൽ നിൽക്കണമെങ്കിൽ സിനിമയുടെ വഴികൾ സ്വാഭാവികമായും തൻ്റെ രചനയിൽ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ബോധപൂർവമായോ അബോധപൂർവമായോ സിനിമയുടെ സാങ്കേതികത, സിനിമയുടെ ടെക്നിക്സ് തൻ്റെ കൃതികളിൽ ഉപയോഗിക്കേണ്ടി വന്നു. കഥയാണെങ്കിലും നോവലാണെങ്കിലും കവിതയാണെങ്കിലും ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നുള്ളൊരു പക്ഷേ ഈ പല ആളുകളും നമ്മളിപ്പോൾ യുളീസസ് വായിച്ചിട്ടുണ്ടാവും, ജെയിംസ് ജോയ്സിൻ്റെ. വലിയ ഒരു പഴയ തലമുറയിലെ ആളുകളെല്ലാം തന്നെ വായിച്ചിട്ടുണ്ടാവും. അതുവരെയുള്ള നോവലിൻ്റെ രചനാരീതിയെ, അതിന് സങ്കേതത്തെ പാടെ അട്ടിമറിച്ചൊരു സാധനമാണ്. അതിൽ സിനിമയുടെ സങ്കേതമുണ്ട്. ധാരാളം സങ്കേതങ്ങൾ സിനിമയുടേതായി സിനിമ വികസിപ്പിച്ചെടുത്ത ധാരാളം എഡിറ്റിങ്, പാരലൽ കട്ടിങ്, അതിൻ്റെ ഒരു കണ്ടൻറ്റിലൊരു താളം ഉണ്ടാക്കുന്നത്, ഈ ബോധധാര സമ്പ്രദായം പോലുള്ള സംഭവങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ള കാണാൻ കഴിയും. അങ്ങനെ എല്ലാ സാഹിത്യകാരന്മാരിലും നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളിലും സിനിമയുണ്ട്. ഞാൻ പറഞ്ഞത് സിനിമ അല്ല, ഒരു സാഹിത്യം സിനിമയാക്കുമ്പോഴുള്ള പ്രശ്നമല്ല ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. അത് രണ്ടുപേരും പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് സിനിമ എങ്ങനെയാണ് സാഹിത്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സിനിമയുടെ ഒരു സംവേദനം സാധ്യമാവുന്നത് കാഴ്ചയിൽ വളരെ ഫലപ്രദമായി ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുന്നത് പ്രത്യേക രീതിയിലാണ്. ഇപ്പം നമ്മൾ ആദ്യം സൈലൻറ്റ് സിനിമയാണ്, ശബ്ദമൊന്നുമില്ല. ശബ്ദമില്ലാത്ത പോലെ ഐസൻസ്റ്റീൻ്റെ പൊട്ടങ്കിൻ, പാട്രിഷ്യ പൊട്ടങ്കിൻ,
ശബ്ദം ഉള്ളതുപോലെ നമ്മൾ ഫീൽ ചെയ്യിക്കും. അപ്പോൾ ഐസൻസ്റ്റൈൻ തൻ്റെ പാർട്ട്ണർഷിപ്പ് പൊട്ടങ്ങനെ അടക്കമുള്ള സിനിമകളിൽ മൊണ്ടാഷ് എന്ന സംഗതി ഉപയോഗിക്കുകയാണ്. ഞാൻ 2 വ്യത്യസ്തമായിട്ടുള്ള ഷോട്ടുകളെ, വ്യത്യസ്ത അർത്ഥങ്ങളുള്ള 2 ഷോട്ടുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അങ്ങനെ പല ദൈർഘ്യമുള്ള ചെറുതും വലുതുമായ ഷോട്ടുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മൂന്നാമതൊരർത്ഥം ഉണ്ടാക്കുകയാണ്. ഒരർത്ഥം ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഇതിൻ്റെ ഘടനയിൽ എഡിറ്റിംഗ് കൊണ്ട് വരുന്നൊരു താളമുണ്ട്, ഒരു റിതം. എല്ലാ ആർട്ട് ഫോമിനും ഒരു റിതമുണ്ട്. സിനിമയ്ക്ക് പ്രത്യേകിച്ച് റിതമുണ്ട്, നോവലിനും റിതമുണ്ട്. അപ്പോൾ ഐസൻസ്റ്റൈൻ്റെ സംഭാവനയായിട്ടുള്ള ഐസൻസ്റ്റൈൻ കണ്ടുപിടിച്ച അദ്ദേഹം നിരവധി പരീക്ഷണങ്ങളിലൂടെ കുളഷോവിൻ്റെയൊക്കെ അതിൻ്റെ സ്കൂളിൽ നിന്ന് ഐസൻസ്റ്റൈൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മൊണ്ടാഷ് സിദ്ധാന്തത്തെ പിന്നീടുള്ള നോവലുകളിലൊക്കെ ധാരാളം ഉപയോഗിക്കുകയാണ് അല്ലേ. അദ്ദേഹം അത് ധാരാളം അതിനെക്കുറിച്ച് തന്നെ തൻ്റെ സിനിമകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സിനിമയിൽ ഇപ്പം നമുക്ക് ഏത് കൊച്ചുകുട്ടിക്കറിയാം, സിനിമയിലെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഒരു തിരശ്ശീലയിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളും അതിലുള്ള ശബ്ദപ്രപഞ്ചവുമാണ്. ശബ്ദമില്ലാതിരുന്ന കാലത്ത് നമ്മൾ ശബ്ദമുണ്ട് എന്ന് നമ്മൾ സങ്കല്പിച്ചിട്ടാണ് കണ്ടിരുന്നത്. സൈലൻസ് സിനിമയ്ക്ക് ഒപ്പം ശബ്ദം പുറത്തു നിന്നാണ് കൊടുത്തിരുന്നത് ആളുകൾ. കുറസവയൊക്കെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഈ സൈലൻസ് സിനിമയുടെ കാലത്ത് ഈ സൈലൻസ് സിനിമയ്ക്ക് മ്യൂസിക് സൗണ്ട് കൊടുക്കുന്ന, അത് ഇടയ്ക്ക് അതിൻ്റെ അർത്ഥം വിളിച്ചു പറയുന്ന, ഇടപെടുന്ന ഒരു വലിയ സംഘമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ മാറി നമ്മൾ ശബ്ദത്തിൻ്റെ ഒരു ലോകത്ത് നിൽക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് സംഭാഷണമാണ്. സംഭാഷണം തന്നെ ഈ വാക്കുകളും നല്ല അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുള്ള വാക്കുകളും പലതരം അതിൻ്റെയൊക്കെ കൂട്ടിച്ചേർക്കലും കൊണ്ടാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്. ഒപ്പം ശബ്ദമുണ്ട്, മ്യൂസിക്കുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു മ്യൂസിക്കുണ്ട്. അതിന് ഓരോ സന്ദർഭത്തിനും ആവശ്യമായ അതിന് വൈകാരികത ഉണ്ടാക്കുന്ന, അതിന് ഊന്നൽ കൊടുക്കുന്ന സംഗീതം കൊടുക്കുന്നുണ്ട്. ആ ശബ്ദത്തിന് സിനിമയുടെ സൃഷ്ടിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഒപ്പം തന്നെ ഈ ആംബിയൻ മ്യൂസിക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സിനിമ എവിടെയാണ് നടക്കുന്നത്, അതിൻ്റെ ആ പരിസരത്തുള്ള സ്വാഭാവികമായ സ്വരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷി കരയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു മാർക്കറ്റാണെങ്കിൽ മാർക്കറ്റിൽ ആൾക്കാർ ഇങ്ങനെ സാധനം വിളിച്ചു പറയുന്നതും ആൾക്കാർ വർത്തമാനം പറയുന്നതും ഒക്കെ വരും ആംബിയൻ മ്യൂസിക്കായിട്ട്. ഇതെല്ലാം കൂടി കാണുന്നൊരു ശബ്ദപ്രപഞ്ചത്തിലാണ് നമ്മൾ സിനിമ കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സിനിമ അതിൻ്റെ വഴി ഈ സാഹിത്യത്തിൽ വിവരിക്കുമ്പോൾ, സാഹിത്യത്തിൽ പ്രധാനമായിട്ട് അതിൻ്റെ ക്യാമറ ആംഗിളുകൾ, അതിൻ്റെ ഷോട്ടുകളൊക്കെ വളരെ പ്രധാനമാണല്ലോ. സാഹിത്യത്തിലും അതൊക്കെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. സംവിധായകൻ സിനിമയിൽ ഉപയോഗിക്കുന്നത്, അയാളുടെ ക്യാമറ ആംഗിൾ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക വീക്ഷണകോൺ ഉണ്ടാക്കാനാണ്. എങ്ങനെയാണ് അയാളതിനെ കാണുന്നത്, നമ്മളതിനെ കാണുന്നത് എന്നാണ്. കാരണം ക്യാമറ ആംഗിൾ മാറുമ്പോൾ അതിന് ഊന്നൽ മാറും. ഒരുപക്ഷെ ഹൈ ആംഗിൾ ക്യാമറ ആകുമ്പോൾ ഓബ്ജക്റ്റ് വേറെ ഓബ്ജക്റ്റിൻ്റെ പ്രാധാന്യം പറയുകയാണ്, ലോ ആംഗിൾ ആകുമ്പം വേറൊന്നാണ്. അങ്ങനെ പലതരത്തിലുള്ള ആംഗിളുകളുണ്ട്, അതിൻ്റെ സൂക്ഷ്മത മാറ്റും. ഇതേപോലെ സാഹിത്യത്തിലും ഒരു എഴുത്തുകാരൻ്റെ വീക്ഷണം, പലതരത്തിലുള്ള വീക്ഷണം ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ സിനിമയിലത് ഏറ്റവും നന്നായി ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ ഇപ്പോൾ കുറസോവയാണ്, അകിര കുറസോവ. കുറസോവയുടെ കാര്യം നേരത്തെ ജോബിഷ് പറഞ്ഞല്ലോ. കുറസോവയുടെ റാഷമോൺ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. റാഷമോൺ അത് കണ്ടിട്ടെങ്കിൽ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ പലതരം വീക്ഷണങ്ങൾ, ഒരു കഥയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ള ഫോക്കസ് കൊടുക്കാതെ 4 പേർ
വ്യത്യസ്ത കഥയാണ് പറയുന്നത്. ഒരേ സംഭവമാണ്, ഒരേ സത്യമാണ്, ആയിരിക്കാം. 4 പേർ ആ സംഭവത്തെ വിശദീകരിക്കുന്നത് 4 രീതിയിലാണ്, 4 വീക്ഷണകോണുകളിലൂടെയാണ്. അത് ഏതാണ് ശരിയെന്നും പിന്നെ കുറസോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന സിനിമയുടെ സാങ്കേതികതയുണ്ട്. ഈ സാങ്കേതികത ഉപയോഗിച്ച് അതേ രീതിയിൽ ധാരാളം സാങ്കേതികതകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ നോവലിൽ ഇപ്പോൾ വൈഡ് ആംഗിൾ ഷോട്ട് ഉപയോഗിക്കുന്നു. സിനിമയിലാണ് വൈഡ് ആംഗിൾ ഷോട്ട്. ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഒരു നോവലിൻ്റെ കഥാപ്രപഞ്ചത്തെ തുടങ്ങുമ്പം അതിൻ്റെ ഒരു പരിസരത്തെക്കുറിച്ചൊക്കെയുള്ള വളരെ വിശദമായ ഒരു റിപ്പോർട്ടിംഗ് രീതി പോലുള്ളതാണ് വൈഡ് ആംഗിളായിട്ട് കാണുന്നത്. അത് സിനിമയിൽ നിന്ന് സ്വീകരിച്ചാണ്. അതുപോലെ ഇടയ്ക്ക് ഏത് സമയത്തും വേണമെങ്കിൽ അത് പിന്നെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. പാരലായിട്ട് വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത കാലത്തുള്ള ഒരു ദൃശ്യം സിനിമയിൽ കയറി വരും. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതൊക്കെ ശീലമായി, നമുക്കിപ്പം പ്രശ്നമില്ല. നമ്മളതുമായി അതിൻ്റെ ഒരു ട്രാൻസിഷൻ നമുക്ക് വളരെ എളുപ്പമായിട്ട് മനസ്സിലാവും. നോവലിലും അങ്ങനെയുണ്ട്, സാഹിത്യത്തിലൊക്കെ ധാരാളമുണ്ട്. പിന്നെ എലിയറ്റിൻ്റെ ഈ വേസ്റ്റ് ലാൻഡ് എന്ന കവിതയിൽ പോലും സിനിമയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിമയുടെ ഉപയോഗം, സിനിമയുടെ ഇമേജസ് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ എഡിറ്റ് പാറ്റേൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ എഡിറ്റിങ്ങൊക്കെ ഉപയോഗിച്ചിട്ട് സിനിമയ്ക്കൊരു താളമുണ്ടാക്കുന്ന പോലെ നോവലിൻ്റെ വായനയിൽ ഒരു എഴുത്തുകാരന് സ്ലോ ആയിട്ടും പോവാം, വേഗതയിലും പോവാം. ചിലത് അദ്ദേഹം വിചാരിക്കുകയാണ് കുറച്ച് സമയമെടുത്ത് വളരെ ഫോക്കസ് ചെയ്ത് ആണ് പറയേണ്ടത്, ചിലത് പെട്ടെന്ന് പോകേണ്ടതുണ്ടാവാം. ഇത്ര ഇൻ്റർ കട്ടുകൾ ഒക്കെ സാഹിത്യത്തിൽ വളരെ വിശദമായി നാം അറിയാതെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ സാഹിത്യത്തിൻ്റെ സിനിമാ വഴികൾ എന്തൊക്കെയാണ് സിനിമ സാഹിത്യത്തിന് സംഭാവന ചെയ്തത്, സിനിമയ്ക്ക് സാഹിത്യം എന്താണ്? സിനിമയുടെ തുടക്കം മുതൽ തന്നെ സിനിമ ചിത്രകലയും സംഗീതവും നാടകവും സാഹിത്യവും അതിൽ നിന്നൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ സ്വീകരിക്കുകയും ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ഇതൊന്നും അല്ലാത്ത ഒരു കലാരൂപത്തെയാണ് ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു കലാരൂപമായി, ഒരു സിനിമയായി മുമ്പോട്ട് വെക്കുന്നത്. അതിലിപ്പോൾ ഒരു നല്ല സിനിമയിൽ പിന്നെ നാടകമില്ല എങ്കിൽ ഡ്രാമയുടെ എലമെൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കട്ടക്കൻ്റെ സിനിമകൾ നോക്കിയാൽ കട്ടക്കൻ്റെ സിനിമകൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവും എങ്ങനെയാണ് ഒരു ഡ്രാമ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് വൈകാരികത ഉണ്ടാക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾ തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്ന നോവലുകളിൽ, സാഹിത്യത്തിൽ എന്തൊക്കെ തരത്തിലുള്ള സിനിമാറ്റിക് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് അനലിസ് നോക്കാൻ പറ്റും. അതിൻ്റെ ഒരു തുടക്കം ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം സിനിമ നമ്മൾ വാക്കാണ് ചർച്ചയെങ്കിലും ഒരു നിശബ്ദ സിനിമയുടെ കാലത്ത് ഉണ്ടായ സിനിമകളും ഒരു വാക്കിൻ്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടായ കാലത്തെ സിനിമയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാനത് പറയാൻ കാരണം MT സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്നത് മുറപ്പെണ്ണ് എന്ന സിനിമയാക്കിയ സന്ദർഭത്തിൽ എഴുതിയ തിരക്കഥ വായിച്ചപ്പോൾ P. ഭാസ്കരൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഇതിലെ സംഭാഷണങ്ങളൊക്കെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ, പക്ഷെ അതൊന്നും കേൾക്കാതെ പിന്നീട് സിനിമയായി മാറി. വർഷങ്ങൾക്ക് ശേഷം MT പറയുന്നുണ്ട്, ഇന്നാണ് ഞാൻ മുറപ്പെണ്ണ് എടുത്തിരുന്നതെങ്കിൽ അതിൽ 3/4 സംഭാഷണങ്ങളും ആ സിനിമയിൽ ഉണ്ടാകുമായിരുന്നില്ല. സിനിമ ഒരു ദൃശ്യകലയാണ് എന്ന ഒരു ബോധ്യത്തിലല്ല അത് എഴുതപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. ഇങ്ങേയറ്റത്ത് നിന്ന് നമ്മൾ സാഹിത്യ കൃതിയെ സിനിമയാക്കുമ്പോൾ, ഇപ്പം ഞാൻ ഓർമ്മിക്കുന്നത്
ഇപ്പോൾ സിനിമ തിരിച്ചും സാഹിത്യം അങ്ങോട്ടുമുള്ള പരസ്പര സ്വാധീനമുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ രണ്ടാം ഊഴം എന്ന് പറയുന്ന നോവൽ ആരംഭിക്കുന്നത് ഒരു എപ്പിക് സിനിമയുടെ ഒരു ഗ്രാൻഡ് ഒരു ഷോട്ടിലാണ്. അത് തുടങ്ങുന്നത് തന്നെ കടലിന് കറുത്ത നിറമായിരുന്നു. ഒരു കൊട്ടാരവും മഹാനഗരവും വിഴുങ്ങിക്കഴിഞ്ഞിട്ടും തിരകൾ തീരത്ത് തല തല്ലിക്കൊണ്ടലറി. അത്ഭുതത്തോടെ അവിശ്വാസത്തോടെ അവർ പാറക്കെട്ടുകൾക്ക് മുകളിൽ നോക്കി നിന്നു. ദൂരെ കൊട്ടാരത്തിൻ്റെ ജയമണ്ഡപത്തിലാകണം കുറച്ച് ജലം നിശ്ചലമായി കിടക്കുന്നു. ഉത്സവക്രീഡ കഴിഞ്ഞ് കാലം നിശ്ചലമാകുന്നത് പോലെ. അവിടം വരെ ഉള്ള ഷോട്ടിൽ നമുക്ക് കറക്റ്റ് രണ്ടാം ഊഴം എഴുതിയത് ഒരു വലിയ ഈ പറഞ്ഞ ഒരു എപ്പിക് മൂവിയുടെ ഷോട്ടായിട്ട് അദ്ദേഹം പറഞ്ഞത് ചേർത്ത് വെച്ച് നമുക്ക് നോക്കിയാൽ കാണാം. തീർച്ചയായും അവസാനം പറഞ്ഞ MT എഴുതിയ വാക്ക് ഉത്സവക്രീഡ കഴിഞ്ഞ കാലം വിശ്രമിക്കുന്ന കളിക്കളം പോലെ എന്നെഴുതിയെടുത്ത് സിനിമ സംവിധായകൻ അതിൻ്റെ മുന്നിൽ നിശബ്ദനായി അല്ലെങ്കിൽ സംഘർഷപൂർവ്വം നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. ആ നിൽപ്പാണ് തീർച്ചയായും സിനിമയും സാഹിത്യവും തമ്മിലുള്ള വേർതിരിവിൻ്റെ ആമുഖം എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ആ വാക്കിൻ്റെ ആ നിശബ്ദ സിനിമയുടെ സാന്നിധ്യവും ആ വാക്കിൻ്റെ കലയിലേക്ക് മാറിയ ഒരു കാഴ്ചയുടെ കാലവും ഇതിനെ രണ്ടിനെയും ചേർത്ത് നിർത്തി മധുബാല സംസാരിച്ചുകൊണ്ട് ഇത് ഓഡിയൻസിലേക്ക് കൈമാറും. VK പറഞ്ഞൊരു കാര്യത്തിൻ്റെ തുടർച്ച തന്നെ ഞാൻ പറയുന്നത്. കാരണം ഞാൻ സാഹിത്യം നമുക്ക് സിനിമയും സിനിമ സാഹിത്യവും പരസ്പര പൂരകമായിട്ട് മാറാറുണ്ട്. പഴയ കാലത്ത് വളരെ സജീവമായിട്ടുള്ള നോവലുകളും ചെറുകഥകളും ഒക്കെ സിനിമയാകുമ്പോൾ ഇപ്പോൾ റാഷമോൺ പോലും ഈ റൈനോസോ കുത്തഗാവയുടെ ചെറുകഥ എടുത്തിട്ട് ചെയ്തതുപോലെ അല്ല, ആ ചെറുകഥ പോലെയേ അല്ല സിനിമ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന സാധനങ്ങൾ മറിച്ച് നമുക്കൊരു നോവൽ ആടുജീവിതം എന്ന് പറയുന്നൊരു സിനിമയെക്കുറിച്ച് ഒരു നോവലും വളരെയധികം ലോകത്തുള്ള സകലമാന മനുഷ്യരും വായിക്കപ്പെട്ടിട്ടുള്ള വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഒരു കൃതി എന്ന രീതിയിൽ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കി സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ വേറൊരു സിനിമയാണ്. ഇത് സ്വാഭാവികമായിട്ടും എഴുത്തുകാരനും സംവിധായകനും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ അർത്ഥത്തിൽ നിന്നുകൊണ്ടാണ്. വേണമെങ്കിൽ എഴുത്തുകാരൻ ആയിട്ട് നിൽക്കുകയും അയാൾ എഴുതുന്ന തിരക്കഥയിൽ ഇപ്പം ഞാനത് ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞത് MT സാറ് തന്നെ തിരക്കഥ എഴുതിയിട്ട് MT സാറ് തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളും MT സാറ് മറ്റൊരാൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള സിനിമകളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്ക് ആ സിനിമകൾ കണ്ടാൽ അറിയാവുന്ന കാര്യമാണത്. സതയം പോലൊരു ചലച്ചിത്രത്തിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഒരു രീതിയല്ല അദ്ദേഹം തന്നെ ചെയ്തിട്ടില്ല. ഇതിനോട് സമാനമായിട്ട് ആലോചിച്ചാൽ പോലും ഈ മെൻ്റലാഗണി തന്നെയായിട്ടുള്ള വാരിക്കുഴി എന്ന് പറയുന്നൊരു നോവൽ ഒരു സിനിമയുണ്ട് അദ്ദേഹത്തിന്. കാരണം മനസ്സിൻ്റെ ഈ ഒരു കുഴപ്പം പിടിച്ച അവസ്ഥയാണ് ആ കഥയും. ഞാനിത് പലപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. വാരിക്കുഴി കുഴിയിൽ പെട്ടുപോയ ഒരു ആനയെപ്പോലെ ഒരു കുടുംബത്തിൽ പെട്ടുപോയ ഒരാളുടെ കഥയാണത്. അതുതന്നെയാണ് ജയിലിലകപ്പെട്ടുപോയ ഒരു മനുഷ്യൻ്റെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടത്. ഇപ്പം ഈ പറയുന്ന തരത്തിൽ കമ്പാരിറ്റീവ് സ്റ്റഡീസിൻ്റെ സാധ്യതകളുണ്ട്. പക്ഷേ അത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് കാണേണ്ടത്. സാഹിത്യം എൻ്റയർലി മാറി നിൽക്കുന്ന ഒരു ഇടം തന്നെയാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല എന്നാണ് ഒരു വായനക്കാരൻ സിനിമാ പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാനതിനെ കാണുന്നത്. കാരണം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സിനിമ കണ്ടുപോകും. ഇപ്പം നമ്മൾ ഞാനിതിന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ആടുജീവിതം എന്ന സിനിമ ഞാനതിൻ്റെ ഒരു പേഴ്സണലൈസ് ചെയ്ത സാധനങ്ങളാണ്. എൻ്റെ അമ്മയെ കൊണ്ടുപോയി ഞാൻ കാണിക്കുന്നത്. അമ്മയ്ക്ക് നോവൽ വായിച്ച് നല്ല പരിചയമുള്ളതുകൊണ്ട്. പക്ഷേ അവർ എന്നോട് പറഞ്ഞു ഇതുപോലൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷേ അത് വേറൊരു കഥയല്ലേ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് സത്യമാണ്. കാരണം ആ നോവലിനെ ആസ്പദമാക്കി തന്നെയാണ് വന്നത് എന്ന് പറയുമ്പോൾ അവർ വായിച്ച കഥയല്ല ഈ സിനിമ എന്ന് അവർക്ക് ബോധ്യമുണ്ട്. 93 വയസ്സായ അവരുടെ ബോധത്തിനകത്ത് നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പം സിനിമ എന്ന് പറയുന്നതും സാഹിത്യം എന്ന് പറയുന്നത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന എഴുത്തുകാരനും എഴുതിയ എഴുത്തുകാരനും വായിച്ച ചലച്ചിത്രകാരനും എന്നാണ് പറയുന്നത്. അത് വായിച്ച ചലച്ചിത്രകാരൻ തന്നെ. ഞാൻ അവിടെയാണ് വാക്കിനകത്ത് സാധ്യതകളുണ്ടാകുന്നത്. നമ്മൾ വേണമെങ്കിൽ ഇപ്പോൾ പറയാൻ പറ്റില്ല, ഒരു ഒറ്റ വാക്ക് കൊണ്ട് ഒരു വലിയ കഥ മുഴുവൻ പറഞ്ഞു വെക്കാം. പല്ല് കൊഴിഞ്ഞ സിംഹം എന്നായിരുന്നു MT രാമേട്ടനെക്കുറിച്ച് പറഞ്ഞു പോയിരുന്ന സാധനങ്ങൾ എന്നുള്ളത്. ആ ഒരു വാക്കിനകത്ത് ആ ക്യാരക്ടർ എന്താണെന്നുള്ള സാധനങ്ങളുണ്ട്. കാരണം അത്രയും തന്നെ പവർഫുള്ളായിട്ട് നമുക്ക് വാക്ക് കൊണ്ട് പറഞ്ഞു വെക്കാം. പക്ഷേ സിനിമയിലേക്ക് അത് ചെയ്യണമെങ്കിൽ ആ ആക്ടർ
ആ അറ്റ്മോസ്ഫിയർ, അതിനകത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, കഥയിൽ ഇയാളുടെ മനസ്സെങ്ങനെ പറയണമെന്നുള്ളത്. ഞാൻ വീണ്ടും സതയം കുറേ എം ടിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എം ടിയുടെ സതയം എന്ന സിനിമയിൽ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറെ രണ്ടാമത്തെ പ്രാവശ്യവും ഈ ജയാഹർജി തള്ളി എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ടിലേക്കാണ് പോകുന്നത് വേണുവിൻ്റെ ക്യാമറ. അത് 2 കണ്ണുകളും പുരികവും മാത്രമാണ്. ഈ 2 കണ്ണുകൾ മാത്രം ഡെഡ് സൈലൻ്റായ ഒരു കണ്ണായാൽ മാത്രം നിൽക്കുന്നതല്ല. അങ്ങനെ എൻ്റെ ദൈവമേ ഇനിയൊരു രക്ഷയുമില്ലേ എന്ന് ചോദിക്കുന്ന ആ കണ്ണിനകത്ത് നിൻ്റെ പുരികത്തിൽ ഒരു വെട്ടൽ ആ മനുഷ്യന് ആക്ടർ കൊടുത്തിട്ടുണ്ട്. കാരണം കണ്ണും പുരികവും മാത്രമുള്ള ഒരു ഷോട്ടിനകത്ത് കണ്ണ് ഡെഡാണ് അക്ഷരാർത്ഥത്തിൽ. ഇനി എന്ത് എന്ന് ചോദിക്കുന്ന ഇടത്ത് കണ്ണ് ഡെഡാകുമ്പോൾ എവിടെ കൊണ്ട് അഭിനയിക്കുമെന്നൊരു സാധ്യതയുണ്ട്. അത് ആക്ടർ അയാളുടേതായ ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കുന്നുണ്ട്. കാരണം വീണു എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഒരു വെട്ടലുണ്ട് അതിനകത്ത്. നമുക്ക് ഇപ്പം ഒരു സിനിമ കാണുമ്പോൾ ഞാൻ എപ്പോഴും നിരൂപണത്തിൻ്റെ വഴികളിൽ വലിയ കാര്യം കണ്ടിട്ടുണ്ട്. ഒരു സിനിമ കണ്ട ഒരു എഴുത്തുകാരൻ കണ്ടതും സംവിധായകൻ കണ്ടതിനും അപ്പുറത്തേക്ക് ലോകവ്യാപകമായിട്ട് ആ സിനിമയെ വ്യാഖ്യാനിക്കാൻ ഒരു നിരൂപന് കഴിയും. അങ്ങനത്തെ നിരൂപകന്മാരില്ല സത്യത്തിൽ വല്ലതും. കാരണം അത്രയും മേൽ കണ്ടുകൊണ്ട് പോകുന്നൊരു നിരൂപകൻ്റെ സാധ്യതകൾ അദ്ദേഹത്തിൻ്റെ സിനിമാ കാഴ്ചകളിലുണ്ടായിരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച കാണാൻ നമുക്ക് പറ്റുമെങ്കിൽ വാക്കും സാഹിത്യത്തിൻ്റെ വാക്കും സിനിമയുടെ വാക്കും രണ്ടായിട്ട് തന്നെ കാണേണ്ടതുണ്ട് എന്നുള്ളതിനാണ്. കാരണം ഒരു നിശബ്ദ സിനിമയിൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കുണ്ട്, നിശബ്ദ സിനിമയിൽ വാക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കാരണം ആ വാക്ക് പ്രേക്ഷകൻ്റെ മനസ്സിലാണ് ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അയാളാണ്. അപ്പോൾ നിശബ്ദമായ ഒരു സിനിമയിൽ നിന്ന് ചാപ്ലിൻ്റെ സിനിമകൾ നമുക്ക് ഉദാഹരണമായിട്ട് പറയണം. പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഓഡിയൻ അവൻ്റെ ഉള്ളിൽ നിന്ന് പറയും, ഇപ്പോഴും പറയും. പക്ഷേ സിനിമയിൽ ഡയലോഗുകളോ ഒന്നും തന്നെയില്ല, കാഴ്ചകൾ മാത്രമാണുള്ളത്. അപ്പോൾ ഈ കാഴ്ച കണ്ടുപോകുന്ന ഒരു പ്രേക്ഷകൻ സാഹിത്യം വായിക്കുന്നത് പോലെയല്ല സിനിമ വായിക്കപ്പെടുന്നത് എന്ന് ഈ പുതിയ കാലത്ത് പറയും. കാരണം ഞാൻ അതുകൊണ്ടാണ് വീണ്ടും പുതിയ കാലത്തെ കുട്ടികളിലേക്ക് വരുമ്പോൾ അവർ ഒരു വരിയിൽ ഒരു വാക്കിൽ ചിലപ്പോൾ ഒരു വലിയ കടലിൻ്റെ കഥ തന്നെ പറഞ്ഞേക്കും എന്നെനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഈ ചർച്ച ഇപ്പോൾ ഏതായാലും അദ്ദേഹം പറഞ്ഞ ഈ പുതിയ കാലത്തെ സാധ്യതയും നേരത്തെ എടുക്കപ്പെട്ട അല്ലെങ്കിൽ ആ സിനിമകളെക്കുറിച്ചുമൊക്കെ ചേർത്ത് വെച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഓഡിയൻസിനുള്ള അവസരമാണ് ചോദ്യങ്ങൾ ചോദിക്കാം. അവിടെ സംഘാടകർ മൈക്ക്. ഹലോ സാർ, ഇന്ദുഭവൻ സാറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ സാറിനെ പറഞ്ഞ് സാറ് ഒരു റൈറ്റിംഗ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ റോളൻ ബാർത്തിൻ്റെ ഒരു കോട്ടുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു എഴുത്തുകാരൻ എഴുത്ത് കംപ്ലീറ്റ് ആക്കി അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ എഴുത്തുകാരൻ്റെ മരണം സംഭവിച്ചതുപോലെയാണ്. പിന്നീട് അത് ബാക്കിയെല്ലാം അതിൻ്റെ വായനക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇപ്പോൾ ജാക്വിസ് ദെരീദ എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, എഴുതപ്പെട്ട വാക്കും പറയപ്പെട്ട വാക്കും, ഈ 2 വാക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് ഇപ്പോഴും കറണ്ട് സിറ്റുവേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കത്ര ഉപദ്രവമായിട്ട് തോന്നുന്നില്ല ആ വാക്ക്. പക്ഷേ നമ്മൾ അത് കുറച്ച് കടുപ്പിച്ച് ആ വാക്ക് ഇന്ന ആളുടെ തേങ്ങ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് കുറച്ച് റഫായും റൂഡാവും. അപ്പോൾ ഈ ദൃശ്യകലയിൽ വരുമ്പോഴേക്കും ഒരുപാട് നേരത്തെ സാർ എം ടിയുടെ കാര്യം പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്താണ് ആ സിനിമ എടുത്തിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഇത്രത്തോളം ഡയലോഗ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ ആഘോഷിക്കുന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കൂടുതലും ഡയലോഗും ബഹളവും ഒക്കെയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ദൃശ്യകല ഇപ്പോൾ ഇങ്ങനെ കൂടുതൽ ബഹളമായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാറിനെ പോലെയുള്ള ഇപ്പോൾ തലപ്പാവും അതുപോലത്തെ ഫിലിംസ് എടുത്തുന്നവർക്ക് അത് കാരണം അതുകൊണ്ട് എന്താണ് തോന്നുന്നത്? ആ മാറ്റം അത് നല്ലതാണോ മോശമാണോ എന്താണ് സാറിന് ഫീൽ ചെയ്യുന്നത്? മധുപാൽ സാറിനോട്. എനിക്ക് ഈ ചോദ്യങ്ങളിൽ തന്നെയുള്ള പല കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടും അല്ലാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നേരത്തെ ഈ ജോഷ് പറഞ്ഞതിനകത്തിലും
MT സിനിമ ചെയ്ത സമയത്ത് അന്ന് ചെയ്തത് ഇന്ന് ചെയ്യുവാണെങ്കിൽ വ്യത്യാസമുണ്ടാകുന്നു. നമുക്ക് കാലം എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നുണ്ട്. 50 വർഷം ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മളൊരു വലിയ കാര്യം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പണ്ടുണ്ടായിരുമ്പോൾ പരസ്പരം സംസാരിക്കാൻ നമുക്ക് കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഒരു കാര്യം പോലും നമ്മൾ കണ്ണിൽ നോക്കിയല്ല, ആരുടെയൊക്കെ ഫോണുകളിലേക്ക് വാർത്തകളായിട്ട് വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് പറയാനുള്ളതൊന്നും തന്നെ മുഖത്ത് നോക്കി നമ്മൾ പറയുന്നില്ല, പകരം ഏതെങ്കിലും വാളുകളിൽ ചെന്ന് കോറിയിടുന്ന ആ വാക്കുകളായിട്ട് മാറ്റുന്നുണ്ട്. ഇതുണ്ടാക്കുന്നൊരു കോൺസിക്വൻസസ് ഉണ്ട് നമുക്ക്, കാരണം നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ആ ഒരു അർത്ഥത്തിൽ. സിനിമ ചെയ്യുമ്പോൾ സിനിമയിൽ ഡയലോഗുകൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നുണ്ട്. കാരണം ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വാക്ക് മതി ചിലപ്പോൾ. ഞാൻ തലപ്പാവിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നല്ല, തലപ്പാവിലൊക്കെ പേജ് കണക്കിന് അതിൻ്റെ തിരക്കഥാകൃത്തിരിക്ക് എഴുതി തന്ന സാധനങ്ങൾ ഒറ്റ നോട്ടം കൊണ്ടുപോലും ഞാൻ അതിനകത്ത് തീർത്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അങ്ങനെ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നേക്കാൾ അറിവുള്ളവരാണ് പ്രേക്ഷകർ. നേരത്തെ ഇന്ദു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഞാനിവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഞാനിവിടെ ഒരു സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1, 2, 3 വർഷം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഞാനൊരു സിനിമ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ച് സിനിമയാക്കി മാറ്റുന്നത്. ആ 3 വർഷം കൊണ്ട് നിങ്ങൾ 100 കണക്കിന് സിനിമകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ആ 100 കണക്കിന് സിനിമകൾ കണ്ടു കഴിഞ്ഞതിൻ്റെ മുകളിലേക്കായിരിക്കണം ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എത്തേണ്ടത് എന്ന് പറയുന്ന എൻ്റെ ഒരു യാത്രയുണ്ട് എന്നുള്ളതാണ്. സിനിമ എപ്പോഴും അങ്ങനെയുള്ള ഫിലിം മേക്കേഴ്സിനെ കൊണ്ട് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല ചിത്രങ്ങളും നമ്മൾ മറന്നു പോകാതെ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഫത്തേർ പാഞ്ചാലിയെക്കുറിച്ച് സംസാരിച്ചപ്പോഴും MTയുടെ ചില സിനിമകളെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോഴും ഒക്കെ ഈ പറയുന്ന തരത്തിൽ നമ്മളുടെ ഓർമ്മകളിൽ നിന്ന് ഈ ചിത്രങ്ങൾ നമ്മുടെ ഇതിലേക്ക് ഫുൾ വിഷ്വൽ വരുന്നുണ്ട്. ആ വിഷ്വൽ വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിന് കൊടുത്തിട്ടുള്ള കാഴ്ചയുടെ വിലയുണ്ട് എന്നുള്ളതാണ്. അതാണ് നമുക്ക് കാണുന്നത്. അപ്പം സിനിമയിൽ, പുതിയ കാലത്ത് സിനിമയിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും അത് ചില പടങ്ങൾ വളരെയധികം ആഘോഷിക്കപ്പെടുന്ന സിനിമകളുണ്ടാവും. ആഘോഷിക്കപ്പെടുന്നത് ഫോർ ദ ടൈമിംഗ് ആണ്, ആ സമയത്ത് മാത്രമാണ്. 10 വർഷം കഴിഞ്ഞിട്ട് ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ എത്രയോ ആഘോഷിക്കപ്പെട്ട 100, 150, 200, 300 ദിവസം ഓടിയ സിനിമകളെക്കുറിച്ച് നമ്മളിപ്പോഴും വെറുതെ ചരിത്രം എടുത്തു നോക്കിയാൽ മാത്രമേ പറയുന്നുള്ളൂ. ആ സിനിമ ആളുകളുടെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സിനിമയെക്കുറിച്ച് വലിയ തോതിൽ വാർത്തകൾ ഉണ്ടാവില്ല. പക്ഷേ ഒറ്റ കാര്യവും വീണ്ടും ഞാൻ പറയുന്നത്, ചില സിനിമകൾ കാലത്തെയും അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കും. അത് ചിലപ്പോൾ അന്ന് ആ സിനിമ റിലീസ് ചെയ്ത കാലത്ത് ചിലപ്പോൾ ഓടിയിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ കാലം കുറേ കഴിയുമ്പോൾ ആ സിനിമയുടെ വ്യാപ്തിയും അതിൻ്റെ ഒരു പ്രസൻസും വലിയ തോതിലേക്ക് മാറിയിട്ടുള്ള സിനിമകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് കൂടി തിരിച്ചറിവുണ്ടാവണം നമ്മൾ പ്രേക്ഷകർക്ക് എന്നുള്ളൂ. ഇന്ദുഗോപൻ പോയതുകൊണ്ട് അതിന് ആൻസർ മാഷ് തരുന്നതായിരുന്നു. ജോസഫ് മാഷ് ആരാണെങ്കിൽ തരുന്നത്. ഈ അമ്മിണി വെട്ടുകേസ്, അതുപോലെ കാളിന്തിനി എന്നൊക്കെ പറയുന്ന തികച്ചും സമൂഹ വിരുദ്ധമായിട്ടുള്ള യുവാക്കളെ വഴിതെറ്റിക്കുന്ന നോവലുകളാണെന്ന് ഇവിടെ പലരും അങ്ങനെ വിലയിരുത്തുന്നുണ്ട്. ഞാനും അങ്ങനെയാണ് വിലയിരുത്തുന്നത്. നമ്മൾ ആശയം പ്രചരിപ്പിക്കുമ്പോൾ അതിനൊരു മെസ്സേജ് ഉണ്ടാവണല്ലോ. അപ്പോൾ നമ്മൾ അനുഭവങ്ങൾ, പാഴ്ചകൾ ഇപ്പോഴും കാണുമ്പോൾ നമുക്കതിൽ ഡയലോഗ് വളരെ കുറവാണ്, സത്യം മൂളലൊക്കെയാണ് അതിൽ. അപ്പോൾ അങ്ങനെ ഒരു തലത്തിൽ മനുഷ്യൻ്റെ കല എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിനെ മാറ്റിമറിക്കുന്ന ഒരു ആശയമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കലയിൽ രാഷ്ട്രീയം ഉണ്ടാവും, കല ഭംഗിയായിട്ട് പറയുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, MT ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വക സിനിമകൾ, ഈ ഇന്ദുഗോപൻ്റെ വയലൻസ് ആയിട്ടുള്ള വെട്ടുകേസ്, തലവെട്ടുന്ന കേസുകളുള്ള സിനിമകളാണ് അയാളുടെ മിക്കവാറും നോവലും സിനിമ വരുമ്പോഴും ചെയ്യുന്നത്. അത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ജോസഫേട്ടൻ ആരെങ്കിലും പറഞ്ഞാൽ അത് ഇന്ദുഗോപന ഉണ്ടാവേണ്ടതാണ് ശരിക്കും. ഈ ചർച്ച കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞേക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. ബസ്. എൻ്റെ പേര് ജയപ്രകാശിതാണ്, ഞാൻ ഒരു എഴുത്തുകാരനും കൂടിയാണ്. അമ്മിണിപ്പിള്ള വെട്ടുകേസ് ഒരു തെക്കൻ തല്ല് എന്ന് പറയുന്ന പേരിലാണ് സിനിമ വന്നിരിക്കുന്നത്. അതിനകത്തുള്ള വയലൻസ് എന്ന് പറയുന്നത് നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന വയലൻസിൻ്റെ അത്ര പോലും തന്നെ ഇല്ല എന്നേ ഞാൻ പറയൂ.
നിത്യജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വയലൻസ്, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരിടത്ത് ഇതേ വിഷയം സംസാരിച്ചതുകൊണ്ടാണ് അത് പറയുന്നത്. സെൻസർ ചെയ്യപ്പെടുന്ന സിനിമകളാണ് നമ്മളുടെ മുമ്പിലേക്ക് എത്തുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ചോദിച്ചു, എല്ലാ സിനിമകളും നമുക്ക് സന്ദേശം തരേണ്ടതാണോ? അതിന് പി ആർ ഡി എടുക്കുന്ന സിനിമകൾ കാണിച്ചാൽ പോരെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സന്ദേശം തരാൻ വേണ്ടി ഒന്നുമല്ല സിനിമ എടുക്കുന്നത് പ്രിയ സുഹൃത്തെ. സന്ദേശം ഉണ്ടാവണമെന്ന് നിർബന്ധവുമില്ല. സിനിമ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ അത് ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പറയുന്നത് എഴുത്തിലൂടെ ആകാം, ചിലപ്പോൾ ചലച്ചിത്രത്തിലാകാം. ചിത്രം വരയ്ക്കുന്ന ആൾക്കാരുമുണ്ട്. ചിത്രത്തിനകത്തും സന്ദേശമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചിത്രത്തിനകത്ത് ഞാൻ കണ്ടതിങ്ങനെയാണ് എന്ന് അതായിരിക്കില്ല നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് എന്നുള്ളതും കൂടി ഉണ്ടെന്നുള്ളതാണ്. അപ്പം സിനിമ ഒരു സന്ദേശത്തിൻ്റെ വഴിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ സന്ദേശം കാണിക്കണമെന്നില്ല. പക്ഷേ നമുക്ക് പറയാം, നമ്മൾ ചില കാര്യങ്ങൾ പറയാനുണ്ടാവുന്ന, നമുക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതുകയും ചിത്രത്തിലൂടെ കാണിക്കുകയും ചെയ്യാം. പക്ഷേ നമ്മൾ പറയില്ല, വയലൻസ് എന്ന് പറയുന്നത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്ത് എവിടെയായാലും സെൻസർ ചെയ്യപ്പെടുന്ന സാധനങ്ങളാണ്. ആ സെൻസസിന് ഒരു ഏജ് ലിമിറ്റുണ്ട്. 15 വയസ്സ് വരെയുള്ള കക്ഷികൾ കാണേണ്ടത്, 18 വയസ്സ് വരെ കാണേണ്ടത്, അതിന് മുകളിലേക്കുള്ളവർ എന്നൊക്കെ പറഞ്ഞ ഏജ് ലിമിറ്റുണ്ട്. ഞാനിത് ഈ അടുത്ത കാലത്ത് ഇത് പറയാനോ വേണ്ടതെന്ന് തോന്നിയില്ല. മാർക്കോ പോലൊരു സിനിമ തിയേറ്ററിൽ വന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് അമ്മമാർ വന്നു എൻ്റെ അടുത്ത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ സ്ഥലത്ത് ചോദിച്ച ചോദ്യമാണ്, അമ്മമാർ പിന്നെ ഈ കുട്ടികളെയും കൊണ്ട് വന്നത് അത്തരം ചെയ്യുന്നത് ശരിയാണോ, ആ സിനിമ കാണിക്കാൻ അനുവദിക്കാമോ എന്ന് ചോദിച്ചു. ആ സിനിമ സെൻസർ ചെയ്യപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആ സിനിമ കാണരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും കൊണ്ട് അമ്മമാരോ അച്ഛന്മാരും ആ തിയേറ്ററിൽ പടം കാണാൻ വരുമ്പോൾ അവർക്കൊരു ബോധമുണ്ടാവണം എന്നുള്ളതാണ്, ഇത് കാണിക്കരുത് എന്നുള്ളത്. ആ ബോധമുണ്ടാവണം എന്നുള്ളതാണ്. 18. അപ്പോൾ അതിനൊരു അമ്മ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഞാനും എൻ്റെ ഭർത്താവും കൂടെ അച്ഛനും കൂടെ സിനിമ കാണാൻ വരുമ്പോൾ ഈ കുട്ടികൾ ഞാൻ എവിടെ നിർത്തും എന്ന് ചോദിച്ചിട്ടുണ്ടോ, ഇവരെയും കൊണ്ട് വന്നാൽ എനിക്ക് കാണാൻ സൗകര്യമുള്ളൂ. അതിന് എനിക്കൊരു മറുപടി ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിത് കാണുന്നുണ്ട്, നിങ്ങൾക്ക് കൂടി ഒരു സമൂഹത്തിന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് സമൂഹം കൂടെ ചേർന്ന് നിന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാതെ നിത്യജീവിതത്തിൽ കാണുന്ന, വീണ്ടും ഞാൻ ഈ പറയുന്നതാണ്, നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന വയലൻസിൻ്റെ പകുതി ഒന്നും തന്നെ സിനിമയിൽ ഇല്ല. സിനിമയിൽ ഉള്ളതിനെ കൃത്യമായിട്ട് സെൻസർ ചെയ്തുകൊണ്ട് തന്നെയാണ് കാണിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും. ലാസ്റ്റ് ഒരാൾ എഴുന്നേറ്റിട്ടുണ്ട്. മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞൊരു സിനിമ അടുത്ത് വന്നു, ആളുകൾ വളരെയധികം ചർച്ച ചെയ്തു. ഞാനിപ്പോൾ അതൊന്നും അല്ല പറയാൻ പോണേ. കേരള സാഹിത്യ അക്കാദമിയും കേരള ലളിതകല അക്കാദമിയും കേരള സംഗീത നാടക അക്കാദമിയും നമുക്ക് ഒന്നാക്കിക്കൂടെ എന്നാണ് ചോദ്യം. കാരണം നമ്മൾ കാണുന്ന മൊബൈൽ ഇതെല്ലാം ഒന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. കാരണം നമ്മളിവിടെ സാഹിത്യത്തെ പറയുന്നു, സിനിമയെ പറയുന്നു, ഇതെല്ലാം ഒന്നാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ടി ഡി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ എഴുതിയുണ്ടാക്കിയ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിളായിട്ട് ചില സിനിമകൾ കാണിച്ചു, നമ്മളതിനെ കൈയടിച്ചു. അപ്പോൾ ഇതിനെ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യല്ലേ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ വളരെ സത്യമാണ്. കാരണം കറുപ്പും എളുപ്പവും ഒന്ന് തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് അതിനെങ്ങനെ മറുപടി പറയണം എന്നുള്ളത് ഇല്ലേ, ഇത് ഒന്നാക്കിക്കൂടെ എന്ന. അതെ അതെ, അടുത്താരെങ്കിലും? ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ജോസഫ് സാർ, ഇവിടെ സിസ്റ്റർ ജസ്മി, അതെ മൈക്ക് കൊണ്ടുവരുന്നുണ്ട്. നോവലുകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ സിനിമയാക്കുമ്പോൾ പലപ്പോഴും അത് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരുന്നു. വായനക്കാർ സൃഷ്ടിച്ച ലോകമല്ല ദൃശ്യമാകുന്നത് എന്നുള്ള ലെവലിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് പെർസ്പെക്റ്റീവാണെന്നും അതുപോലെ പറഞ്ഞത് പോലെ തന്നെ വായിക്കുന്നത് ആ പെർസ്പെക്റ്റീവിൽ. ഇപ്പോൾ അരുന്ധതി റോയ് ഇതേ സ്റ്റേജിൽ നിന്നിട്ടാണ് പറഞ്ഞത്, എൻ്റെ പുസ്തകം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പലരും ചോദിച്ചെങ്കിലും ഞാൻ സിനിമയാക്കാൻ സമ്മതിക്കില്ല. കാരണം ആ എസ്തപ്പനും റാഹേലും ഓരോരുത്തരുടെ മനസ്സിലും പല പല വിധത്തിലാണ്. അതിനെ ഞാനിങ്ങനെ കൺഫൈൻ ചെയ്യാനും ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഫ്രീഡം നോവൽ പോലെ ആ പെർസ്പെക്റ്റീവിൽ വായിക്കാനും, സിനിമ ചിലപ്പോൾ അതേ നോവൽ തന്നെ. ഇപ്പോൾ ലളിതാംബിക അന്തർജനത്തിൻ്റെ ആ അഗ്നിസാക്ഷി, അതിനെക്കുറിച്ച് ഞാൻ ഒരു ഇംഗ്ലീഷിൽ ഒരു പ്രബന്ധം എഴുതി പ്രസിദ്ധീകരിച്ചത് ഡീസെൻറ്ററിങ് ഓഫ് അഗ്നിസാക്ഷി ഓൺ ദ സ്ക്രീൻ. കാരണം ലളിതാംബിക അന്തർജനം അന്ന് ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നെങ്കിൽ തലകറങ്ങി വീണേനെ.
സ്ത്രീ പ്രാധാന്യം ഇല്ലാത്ത ഒരു സിനിമയാക്കി. ഞാനത് എക്സാമ്പിളായിട്ട് ഓരോ ഭാഗം എടുത്തിട്ട് ഞാൻ അത് വാദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ എൻ്റയർലി ഡിഫറെൻ്റ് വരെ ആകുന്നുണ്ട് ദൃശ്യമാകുമ്പോൾ. സാമ്യമുണ്ട്, സാറ് പറഞ്ഞ പോലെ അതിനെ സാമ്യപ്പെടുത്താം. പക്ഷേ ബോത്ത് ആർ ടു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ അത് കണ്ടേ പറ്റൂ. അതിനുള്ള ഒരു സ്വാതന്ത്ര്യം വായനക്കാർക്കും പിന്നെ ദൃശ്യകല കാണുന്ന അല്ലെങ്കിൽ സിനിമ കാണുന്നവർക്കും കൊടുത്തേ പറ്റൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെ വല്ലാതെ യോജിപ്പിച്ച് ഇതിപ്പോൾ എല്ലാ ഇതുകളും ഒന്നാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നോ ദേ ആർ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. ഇതും ലളിതകലാ അക്കാദമി വേറെയാണ്, ഇത് സാഹിത്യ അക്കാദമി വേറെയാണ്. അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി കൂടി വേണം നമ്മൾ എത്ര താരതമ്യം ചെയ്താലും എന്ന് പറഞ്ഞതുപോലെ. എനിക്ക് സിസ്റ്റർ ഒറ്റ കാര്യമുള്ളത്, ഇപ്പോൾ MT വാസുദേവൻ നായർ എഴുതിയ കാലം എന്ന് പറയുന്ന നോവൽ ഈ വള്ളുവനാടിൻ്റെയും ഏറനാടിൻ്റെയും സ്വഭാവത്തിൽ നിർത്തിക്കുന്ന ഒരു നോവലാണ്. ആ നോവൽ തിരുവനന്തപുരത്തുള്ള ഒരു മനുഷ്യൻ വായിക്കുമ്പോൾ അവൻ കാണുന്ന പാടവും പുഴയും ഒക്കെ വേറെയായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ അവൻ കണ്ടുപോകുന്ന അവിടെ കാണുന്ന തെങ്ങിൻ തോപ്പുകളുടെ സ്വഭാവങ്ങൾ കൊണ്ട് ഇതിന് തുറസായ കുറേ ഇടങ്ങളുണ്ട്. മുള്ളുവേലികൾ വളരെ കുറവാണ് തിരുവിതാംകൂർ ഭാഗത്തേക്ക്. കാരണം മുള്ളുവേലികളാണ് ഇവിടെയുള്ള വഴി, ഇടവഴികളിലുള്ള മുള്ളുവേലികളാണ്. അവിടെ അതല്ലാതെ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വേലികളും മതിലുകളുമാണ്. ഈ വ്യത്യാസങ്ങൾ കണ്ടുകൊണ്ട് പോകുമ്പോൾ വായനക്കാരൻ്റെ മനസ്സിൽ ഒരു സിനിമയുണ്ടാവുന്നുണ്ട്. വായിക്കുമ്പോൾ അവൻ കാണുന്നൊരു ദൃശ്യമുണ്ട്. കണ്ണൂരിലിരിക്കുന്നൊരു കക്ഷി എഴുതിയ ഒരു നോവൽ, ഇപ്പോൾ PV ഷാജകുമാറിൻ്റെ മരണവംശം എന്ന് പറയുന്ന നോവൽ എടുത്ത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ തിരുവനന്തപുരത്തിരിക്കുന്നൊരു കക്ഷി കാണുന്ന കാഴ്ചകൾ വേറെയാണ്. നമ്മുടെ ഒരു കൾച്ചർ വളരെ ഡിഫറൻ്റാണ്. ഈ 6 നാട്ടിൽ 100 ഭാഷ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 10,000-കണക്കിന് ഡയലക്ട്സുകൾ ഉണ്ടെന്നുള്ളതാണ്. ജാതി അടിസ്ഥാനത്തിലും മത അടിസ്ഥാനത്തിലും വർഗമടിസ്ഥാനത്തിലും ഡയലക്ട്സുകളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ആ വ്യത്യാസം എഴുത്തിനകത്തുണ്ട്. ആ വ്യത്യാസം സിനിമയ്ക്കകത്ത് കൊണ്ടുവരുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ MT വാസുദേവൻ നായർ മുറപ്പെണ്ണ് എഴുതുമ്പോൾ ഏറനാടിൻ്റെയും വളരെ കൃത്യമായ വള്ളുവനാടിൻ്റെ സ്ലാങ് പറഞ്ഞിരുന്നു. ആ വള്ളുവനാടിൻ്റെ സ്ലാങ് തിരിച്ചറിയുമോ എന്ന് ചോദിച്ചിട്ടുള്ള അതായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്ന കോൺഫ്ലിക്റ്റ്. P ഭാസ്കരനും MT തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞത് ഈ ലാംഗ്വേജ് ഇങ്ങനെ പറയുമ്പോൾ ഈ തെക്ക് ഭാഗത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവുമെന്നുള്ളൂ. അത് മനസ്സിലാക്കുക എന്നുള്ളതല്ല എഴുത്തുകാരൻ്റെ ദൗത്യം. ആ വഴിയിലൂടെ പോകുന്നു. സിനിമയ്ക്ക് അത് കൊണ്ടുവരണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നു. പുതിയ കാലത്ത് പ്രാദേശിക ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു പോകുന്ന സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. അത്തരം സിനിമകൾ വളരെയധികം വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുകയും അത് ആളുകൾ കാണുകയും ആ സിനിമയെ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ജോസഫ് സാറിന് കുറച്ച് കാര്യങ്ങളോട് നമ്മുടെ സംവാദം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ. ഈ മധു പറഞ്ഞ കാര്യത്തോട് കൂട്ടിച്ചേർത്തിട്ട് പറയാനുള്ളത്, ഒന്ന് ഇപ്പോൾ സിസ്റ്ററും പറഞ്ഞു, ഇപ്പോൾ എല്ലാ കലാരൂപങ്ങളും വേറെ 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 തന്നെ നിൽക്കും. അതിപ്പോൾ എല്ലാത്തിനും കൂട്ടിച്ചേർത്തിട്ട് ഒരാൾക്കും പിന്നെ അങ്ങനെ ഓരോ ഓർഡർ ഇറക്കിയിട്ട് ചെയ്യാവുന്ന സംഗതിയല്ല കലാപ്രവർത്തനം എന്ന് പറയുന്നത്. സിനിമയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില സംഗതികളുണ്ടാവും, സാഹിത്യത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില സംഗതി ഉണ്ടാവും, ചിത്രകലയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സംഗതി ഉണ്ടാവും. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞിട്ട്, സിനിമയിലെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ 2021 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സിനിമയുണ്ട്. ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയിരുന്നു. ദി ബെസ്റ്റ് പേഴ്സൺ ഇൻ ദി വേൾഡ് എന്നാണ് ആ സിനിമയുടെ പേര്. ഒരു നോർവീജിയൻ സിനിമയാണ്. അത് കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലെങ്കിൽ അത് ഈ ഇതിലുണ്ട്, ഈ നെറ്റ്ഫ്ലിക്സിലുണ്ട്, അല്ലെങ്കിൽ മൊബൈലൊക്കെ ഉണ്ട് കാണാം. അതിൽ ഒരു സീക്വൻസ് എനിക്ക് പറയാനുള്ളത്, അത് സാഹിത്യത്തിന് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നല്ല നായിക തൻ്റെ പാർട്ട്ണറുമായിട്ട് അവർക്കിങ്ങനെ എപ്പോഴും ഭയങ്കര വൈബ്രേറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. ഇങ്ങനെ പല തരത്തിലിങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല, ശരിക്കും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ പാർട്ട്ണറുമായിട്ടുള്ള ലൈഫിൽ ഒരു കാരണമില്ലാണ്ട് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ രാവിലെ ആ പാർട്ട്ണർ ഇവരെണീറ്റ് വരുമ്പോൾ ചായ എടുത്തു കൊടുക്കുക, കാപ്പി ഉണ്ടാക്കുകയാണ്.
അപ്പോൾ അവർക്ക് വളരെ പെട്ടെന്നൊരു നിമിഷത്തിൽ അവർ പെട്ടെന്ന് പുറത്തേക്ക് ഓടും, എന്തോ ഓർത്ത പോലെ. അപ്പോൾ അവർ ആ ഇടയ്ക്ക് പരിചയപ്പെട്ട ഒരു കാമുകനെ കാണാനായിട്ട് ഓടുകയാണ്. അപ്പോൾ ആ സഞ്ചാരം സ്ട്രീറ്റിലൂടെയുള്ള സഞ്ചാരമാണ്, തിരക്കുള്ള ഒരു റോഡിലൂടെ ഇങ്ങനെ പാർക്കിലൂടെയൊക്കെയാണ് അവർ പോകുന്നത്. ആ സമയത്ത് ആ കഥാപാത്രത്തിന് മാത്രമേ മൂവ്മെൻ്റ് ഉള്ളൂ. ബാക്കി നമ്മൾ പലരെയും കാണുന്നുണ്ട്, അവരെല്ലാം സ്റ്റാറ്റിക്കായിട്ടുള്ള ഫ്രീസ്ഡ് പൊസിഷനാണ്, അനങ്ങുന്നേ ഇല്ല, പ്രതിമകൾ പോലെ നിൽക്കുകയാണ്. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല, കുറേ അധികം സ്ഥലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. അവർ കാമനെ കാണുന്നത് തിരിച്ചു വരുന്നു. ഈ ഒരു സീക്വൻസ്, ഈ ഒരു അനുഭവം സാഹിത്യത്തിന് പറ്റില്ല. ബുദ്ധിമുട്ടാണെന്നല്ല, അത് ഉണ്ടാക്കപ്പെട്ടത് സംശയമാണ്. ഈ ഒരു ഫീലിംഗ് അല്ല, മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നത് അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തൊരു സാധനമാണ്. അവർ മൂവിയാണ്, അവർ ഓടുകയാണ്, അവരൊഴിച്ച് ബാക്കിയെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സാഹിത്യത്തിൽ അങ്ങനെ പറയാം, എല്ലാം കംപ്ലീറ്റ് ചലനമായിട്ട് നിൽക്കുന്നു ലോകം എന്ന്. പക്ഷേ അത് ഇത് തരുന്ന ഒരു അനുഭവം തരില്ല നമുക്ക്. ഇതൊരു വിഷ്വൽ എക്സ്പീരിയൻസാണ്. സ്പേസ്, ആ സ്പേസിൽ നമ്മൾ വളരെ വിശാലമായൊരു സ്പേസാണ്, പല സ്പേസ് കാണുന്നുണ്ട്. ആ സ്പേസിലൊക്കെ ഇവർ പോകുന്നുണ്ട്. അവിടെ കാണുന്ന അവിടെയുള്ള ലൈഫെല്ലാം സ്റ്റില്ലാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട് എല്ലാം വ്യത്യസ്തമാണ്, തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാവും. ഇതാണ് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് 2022 കമൽഹാസനും ജയമോഹനും തമ്മിലുള്ള ജയമോഹൻ്റെ പുതിയ പുസ്തകത്തെ സംബന്ധിച്ച് അനുബന്ധ ചർച്ച ഹിന്ദു പത്രത്തിൻ്റെ സൺഡേ സപ്ലിമെൻറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിന് അവർ ശീർഷകം കൊടുത്തത് കമൽഹാസൻ്റെ ഒരു കോട്ടായിരുന്നു. ഇഫ് ഷേക്സ്പിയർ വെയർ മേക്ക് ഫിലിം ടുഡേ ഹി വുഡ് ഹാവ് ടു അറ്റൻഡ് സ്ക്രീൻ പ്ലേ വർക്ക്ഷോപ്പ് എന്നാണ്. തീർച്ചയായും രണ്ട് കലയാണ്. ഒന്ന് മൊഴിയഴകിൻ്റെ കലയാണ് സാഹിത്യം, മറ്റത് ഒരു ദൃശ്യ അനുഭവമാണ്. രണ്ടും കാലത്തിനനുസരിച്ച് വളരെ വ്യത്യസ്തമായ അനുഭവ മേഖലകളിൽ കൂടി സഞ്ചരിക്കുന്ന മാധ്യമമാണ് എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഈ സംവാദത്തിന് സാക്ഷികളായ, ഈ സംവാദത്തിന് ഒപ്പമുണ്ടായിരുന്ന ഇന്ദുഗോപനെയും മധുപാലനെയും വി.കെ. ജോസഫിനോടും നന്ദി പറയുന്നു. ഒപ്പം ഈ സംവാദത്തിന് അഭിമുഖമായി ഇത്രയും സമയം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ച എല്ലാവരെയും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതിൽ കൂടുതൽ ഞാൻ MTയെ ഉദ്ധരിക്കാൻ കാരണം തീർച്ചയായും MT വേദിയിലാണ് നാം ഇരിക്കുന്നത്. അതുകൊണ്ട് തിരക്കഥയുടെ പേരിൽ അല്ലെങ്കിൽ വെള്ളിത്തിരയുടെ വാക്കിൻ്റെ പേരിൽ നടക്കുന്ന ഈ ചർച്ചയിൽ അത് MTക്കുള്ള ഒരു ആദരവ് കൂടിയായി തീരണം എന്ന് ആ സംഭാഷണത്തിൻ്റെ തുടർച്ചയിൽ എങ്ങനെയോ സംഭവിച്ചതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.